ഞാൻ മ്യൂട്ടല്ലല്ലോ, കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? മ്യൂട്ടില്ല, കേൾക്കാം. ഓക്കെ. ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 2024 അവസാന ദിവസങ്ങളിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പൊ ഞാൻ തുടങ്ങുമ്പോഴേ ഞാൻ ചോദിച്ചിരുന്നു, നമ്മൾ 2024 നമ്മൾ ലക്ഷ്യം വെച്ച ടാർഗറ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കാൻ കഴിഞ്ഞവർക്ക് കൺഗ്രാജുലേഷൻസ്. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ 2023 കൂടുതൽ ഒരു 20-30% ഒക്കെ ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മൾ സക്സസ് ആണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത പല ചാലഞ്ചസുകളും നമ്മുടെ ഇൻഡസ്ട്രിയിൽ നമ്മൾ നേരിട്ടിട്ടുണ്ട്. എങ്കിലും ഓപ്പർച്യൂണിറ്റി വലുതാണ്. അപ്പോ ആ ഓപ്പർച്യൂണിറ്റി ഒക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മളുടെയൊക്കെ ഒരു ലക്ഷ്യം. 2025 ആയാലും വരുന്ന കമ്മിങ് ഡേയ്സിലായാലും. അപ്പൊ ബൈജൂസ് അക്കാദമി പുതിയൊരു സംരംഭത്തിന് എന്ന് പറയുന്നില്ല, പുതിയൊരു സബ്ജക്റ്റിൽ നമ്മളൊരു ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാണ്. സാധാരണ ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന എല്ലാ ആളുകളും ഹെൽത്ത് ഇൻഷുറൻസ് ചെയ്യുന്ന ആളുകൾ, നമുക്ക് നമ്മുടെ LICയിലുള്ള ഏജൻസ് ആയിരിക്കും കൂടുതൽ. പുറത്തുള്ള കമ്പനിയിൽ നിന്നുള്ള ആളുകളും ഇന്നത്തെ സെഷനിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്നോട് പലരും പറഞ്ഞത് ഈ ലിങ്ക് പല സ്ഥലത്തും ഞങ്ങൾ ഗ്രൂപ്പിൽ കണ്ടു എന്നൊക്കെയാണ്. ആളുകൾ വരുമായിരിക്കും. ഓക്കെ. അപ്പോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ അവിഭാജ്യമായ ഒരു ഘടകമാണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് സാമ്പത്തിക ആസൂത്രണത്തിൽ ഒരു വ്യക്തി തങ്ങളുടെ ഫിനാൻഷ്യൽ പ്ലാനിങ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ആദ്യം അയാളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ടൂളാണ് ആരോഗ്യ ഇൻഷുറൻസ് എന്ന് ഞാൻ പറയും. അപ്പൊ അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്ന് ചർച്ചകൾ നടത്തുന്നത്. എന്തുകൊണ്ട് നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് വിൽക്കണം? സ്വാഭാവികമായിട്ടും ഒരു വിഭാഗം ഇൻഷുറൻസ് അഡ്വൈസേഴ്സ് ഹെൽത്ത് ഇൻഷുറൻസ് വിൽക്കാൻ മടി കാണിക്കുന്നുണ്ട്. എന്നോട് എത്രയോ ആളുകൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാരണം അതിനൊരു പ്രധാന കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഭൂരിഭാഗം ആളുകളും ലൈഫ് ഇൻഷുറൻസ് ചെയ്യുന്ന ആളുകളായിരിക്കും. LICയിലും മറ്റു കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യുന്ന ഏജൻസ് ആയിരിക്കും ഉണ്ടാവുക. ഒരു കാലഘട്ടത്തിൽ നമുക്ക് ലൈഫ് ഇൻഷുറൻസ് മാത്രം വിറ്റ് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ പറയും, ഇനിയിപ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ എന്നാലും കുഴപ്പമില്ല, ഇനിയുള്ള കാലഘട്ടത്തിൽ ലൈഫ് ഇൻഷുറൻസ് പോളിസികൾ മാത്രം വിറ്റുകൊണ്ട് മുന്നോട്ട് പോകാനുള്ളൊരു ഭയങ്കരമായ ഒരു ചാലഞ്ചസ് ഉണ്ട് അതിനകത്ത്. ഞാനൊരു LIC ഏജന്റ് ആണ്, അല്ലെങ്കിൽ ഒരു ലൈഫ് ഇൻഷുറൻസ് ഏജന്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് അത് മാത്രം വിൽക്കാൻ ഒരു ബുദ്ധിമുട്ട് നേരിടുന്ന പല 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 സ്ഥലങ്ങളിൽ നമുക്ക് ബുദ്ധിമുട്ട് നേരിടും. അപ്പൊ അത് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്തുകൊണ്ട് ഇന്ന് ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ നിർബന്ധമായിട്ട് നമ്മളുടെ ആ ഒരു സ്ട്രീമിനകത്ത് ഹെൽത്ത് ഇൻഷുറൻസും കൂടെ ഉൾപ്പെടുത്തണം. പലരും അത് വിൽക്കാതിരിക്കാനുള്ള റീസൺ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈഫ് ഇൻഷുറൻസിലാണെങ്കിൽ വലിയ ചാലഞ്ചസ് ഇല്ല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മെച്യൂരിറ്റി വരുമ്പോൾ കസ്റ്റമർക്ക് ഹാപ്പി, കുറച്ച് പൈസ അയാൾക്ക് കിട്ടും. ക്ലെയിം വരുന്ന സമയത്ത് കസ്റ്റമർ ഇല്ല, അല്ലേ? ഇതൊരു സംഗതിയാണ്. ക്ലെയിം വരുന്ന സമയത്ത് നമുക്ക് കസ്റ്റമർ ഇല്ല. ഹരി മ്യൂട്ട് ചെയ്തിട്ടില്ലേ? സാർ ചെയ്തിട്ടുണ്ട്. സാറുടെ വേറെ ID വേറെ സൂം ഇല്ല, അതൊന്ന് വീഡിയോ ഓഫ് ചെയ്തല്ലേ? ഓക്കെ. ഒന്നുമില്ല, അത് ഫോണില് ഒരു കോൾ വന്നാ, വാട്സപ്പിൽ ആരോ കോൾ ചെയ്തു. വീഡിയോ ഓഫ് ചെയ്തോ ദീപു? വീഡിയോ ഓഫ് ആണ്. ഒന്ന് മെസ്സേജ് ഓക്കെ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് ചാലഞ്ചസ് ഉണ്ട് ഏജൻസിനെ സംബന്ധിച്ച്. കാരണം സർവീസ് സൈഡിലൊക്കെ കുറച്ച് നന്നായിട്ട് ചെയ്യേണ്ടി വരും, ആളുകളെ കുറച്ച് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യേണ്ടി വരും. കാരണം എന്തെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസ് കൊടുത്ത സ്ഥലത്ത് കസ്റ്റമർ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ കസ്റ്റമർ സ്റ്റിൽ അലൈവ് ആയിരിക്കും. കാരണം ക്ലെയിം വരുന്ന സമയത്ത് കസ്റ്റമർ ഉണ്ടാവും. അപ്പൊ അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ മെന്റലി നമ്മൾ അതിന് പ്രിപ്പയർ ചെയ്തേ പറ്റൂ. ബിക്കോസ് ദ റീസൺ ഈസ്, നോക്കൂ, നമ്മളുടെ കസ്റ്റമേഴ്സിൽ നിന്ന് അല്ലെങ്കിൽ പ്രോസ്പെക്ടീവ്സിൽ നിന്ന് അവരുടെ ഹാർഡ് ഏൺ മണിയാണല്ലേ നമ്മൾ നമ്മുടെ കമ്പനിയിലേക്ക്, ലൈഫ് ഇൻഷുറൻസ് കമ്പനികളിലേക്ക് നമ്മൾ വാങ്ങിച്ചു കൊണ്ടുവരുന്നത്. അപ്പൊ നിങ്ങൾ ഈ കാര്യം പ്രത്യേകിച്ച് ഓർക്കണം. നോക്കൂ, സ്വത്ത് സമ്പാദിക്കുന്നതിനേക്കാൾ പ്രാധാന്യം സമ്പാദിച്ച സ്വത്തിനെ സംരക്ഷിക്കലാണെന്ന് പറയും. സ്വത്ത് സമ്പാദിക്കുന്നതിനേക്കാൾ പ്രാധാന്യം എന്താണ്? സമ്പാദിച്ച സ്വത്തിനെ സംരക്ഷിക്കലാണ്. നമ്മള് ഈ സ്വത്ത് സമ്പാദിക്കാൻ വേണ്ടി ആളുകളെ അഡ്വൈസ് ചെയ്യുന്ന സമയത്ത്
നമ്മൾ ഈ സമ്പാദിച്ച സ്വത്തിനെ സംരക്ഷിക്കാനുള്ള ടൂള് കൂടെ കസ്റ്റമേഴ്സിന് നമ്മൾ കൊടുക്കണം. അതിന് ഏറ്റവും ഇന്നത്തെ കാലഘട്ടത്തിൽ അനിവാര്യമായ ഒരു ഘടകമാണ് ആരോഗ്യ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. പല ആളുകളുടെയും സമ്പത്ത് നഷ്ടപ്പെടുന്നത് ഒരു ഘട്ടത്തില് എന്ത് സംഭവിച്ചുകൊണ്ടാ? ആശുപത്രിയിൽ കിടക്കുമ്പോൾ കാശ് കൊടുത്തുകൊണ്ടാ. ഇന്ന് പല പല ആളുകളും നമ്മളോട് പറയും, ഇപ്പൊ നാട്ടുമ്പുറങ്ങളിലൊക്കെ പാലക്കാടൊക്കെ പറയാറുണ്ട്, ഞാൻ കുറച്ച് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒക്കെ ഇട്ടു വെച്ചിട്ടുണ്ട്, വയസ്സുകാലത്ത് എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ചികിത്സാ ചെലവിനൊക്കെ വേണ്ടിയിട്ടാണെന്ന്. അപ്പൊ ഞാൻ രസകരമായിട്ട് അവരോട് പറയും, അതിന് നിങ്ങളുടെ ഹാർഡ് ഏൺ മണി നിങ്ങൾ ചികിത്സാ ചെലവിന് വേണ്ടി കളയേണ്ട കാര്യമില്ല, ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്താൽ മതി എന്ന്. പക്ഷെ ഇന്ന് പല ആളുകളും ഹെൽത്ത് ഇൻഷുറൻസ് ചോദിച്ചു വരുന്നത് അസുഖം വന്നതിന് ശേഷമാണ്, അല്ലെ? ഇപ്പൊ നിങ്ങൾക്കൊക്കെ അറിയാം, ഇപ്പൊ എന്റെ ഓഫീസിൽ ഒരാഴ്ചയിൽ ഒരു 5 or 6 എൻക്വയറി ഉണ്ടാവും. പക്ഷെ കാര്യമായിട്ട് അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയുന്ന കാര്യം അവർക്ക് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടാവും. പക്ഷെ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് വളരെ നേരത്തെ ഇടുവെക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ ഈ സ്വത്ത് സമ്പാദിക്കുന്നതിനേക്കാൾ പ്രാധാന്യം സമ്പാദിച്ച സ്വത്തിനെ സംരക്ഷിക്കലാണ്. അപ്പൊ ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ഓരോ ആളുകളും മനസ്സിൽ കുറിച്ചു വെക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ വാല്യുബിൾ ആയിട്ടുള്ള കസ്റ്റമേഴ്സിന്റെ, ക്ലയന്റിന്റെ ഉണ്ടാക്കിയ സ്വത്തിനെ സംരക്ഷിക്കാൻ നമ്മൾ ലൈഫ് ഇൻഷുറൻസ് പോളിസികൾ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ മൊബൈൽ ഫോൺ വാങ്ങുമ്പോൾ എത്ര വലിയ വില കൊടുത്ത് മൊബൈൽ ഫോൺ വാങ്ങിയാലും നമ്മൾ ഒരു ചെറിയ എമൗണ്ടിന് അതിനകത്ത് വാങ്ങിച്ചൊട്ടിക്കുന്ന ഒരു സാധനമുണ്ട്, അല്ലെ? പൗച്ച് വാങ്ങും, ഇല്ലെങ്കിൽ അതിന്റെ ഫ്രണ്ടിൽ താഴത്ത് വീണ് പൊട്ടാതിരിക്കാനുള്ള ഗ്ലാസ് വാങ്ങിക്കും. അതുപോലുള്ള കാര്യമാണ് ഈ ഹെൽത്ത് ഇൻഷുറൻസ്. നിർബന്ധമായിട്ടും മെന്റലി നിങ്ങൾ പ്രിപ്പയർ ആയിക്കോണം നമ്മളുടെ കസ്റ്റമേഴ്സിന്റെ സ്വത്തിനെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, വലിയ വലിയ പ്രീമിയങ്ങളൊക്കെ നമ്മൾ ലൈഫ് ഇൻഷുറൻസിൽ കളക്ട് ചെയ്യും. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് കൊടുക്കാൻ മറക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ കൊടുക്കില്ല, ഏജൻസി ഉണ്ടാവില്ല, അല്ലെങ്കിൽ അതിനകത്തുള്ള എത്രയോ ആളുകളെ അറിയാം. എന്റെ ക്ലാസ്സിൽ വരുന്ന ഒരുപാട് ആളുകൾ പറയാറുണ്ട്, ബൈ സാറേ ഞങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് വിൽക്കുന്നില്ല, റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സർവീസും മറ്റു കാര്യങ്ങളും ക്ലെയിം വരുമ്പോഴുള്ള പ്രഷറും ഒക്കെ വെച്ചിട്ട് ഞങ്ങൾക്ക് ചെറിയ ബുദ്ധിമുട്ട് തോന്നുന്നതുകൊണ്ട് ഞങ്ങളത് കാര്യമായിട്ട് ചെയ്യുന്നില്ല. ആരെങ്കിലും ചോദിച്ചാൽ കൊടുക്കലുണ്ട്, അതും ഞങ്ങളുടെ സെയിൽസ് മാനേജേഴ്സിനെയൊക്കെ കണക്ട് ചെയ്ത്, ഇല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ കണക്ട് ചെയ്തിട്ടാ കൊടുക്കല്, ഞങ്ങളത് ചെയ്യലില്ല. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ഓർത്തോളൂ, നമ്മളുടെ ഏതെങ്കിലും ഒരു കസ്റ്റമർക്ക് എന്തെങ്കിലും ഒരു മെഡിക്കൽ എമർജൻസി വന്ന് വലിയൊരു പൈസ ആവശ്യം വന്നാൽ അവർ ആദ്യം സ്റ്റോപ്പ് ചെയ്യുന്ന സാധനം എന്തായിരിക്കും? ആദ്യം സ്റ്റോപ്പ് ചെയ്യുന്ന വോളിയം ഓക്കെ അല്ലേ നിരഞ്ജനക്ക്? സൗണ്ടിൽ വോയിസിൽ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഒരു വോളിയം കുറവാണെന്നൊരു മെസ്സേജ് വരുന്നുണ്ട്. അത് നിങ്ങളുടെ എന്തെങ്കിലും ബുദ്ധിമുട്ടായിരിക്കുന്ന ഞാൻ വിചാരിക്കുന്നത്. ഹരി വോളിയം ഓക്കെ അല്ലേ? ഓക്കെ, ഞാൻ അതിലേക്ക് നോക്കുന്നില്ല. വോളിയം ഓക്കെ ആയിരിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ ആണെങ്കിൽ ഒന്ന് എസ് ടൈപ്പ് ചെയ്തേ. ഓക്കെ, കേൾക്കാം. അപ്പൊ സാറിന്റെ ഡിവൈസിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, അതൊന്ന് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മളിത് കൃത്യമായിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് വിൽക്കാനുള്ള ഒരു മെന്റാലിറ്റി നമ്മൾ ചെയ്യുക. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? അവർ ആദ്യം സ്റ്റോപ്പ് ചെയ്യുന്ന സാധനം ഇതായിരിക്കും, നമ്മളുടെ പ്രീമിയം. കാരണം എന്തെങ്കിലും ഒരു മെഡിക്കൽ എമർജൻസി വന്നു കഴിഞ്ഞാൽ അവർ ആദ്യം സ്റ്റോപ്പ് ചെയ്യുന്നത് എന്തായിരിക്കും? സേവിങ്സ് ആയിരിക്കും, അതിന് യാതൊരു തർക്കവുമില്ല. അപ്പൊ അതുകൊണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് മെന്റലി വിൽക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഇനിയുള്ള കാലഘട്ടത്തിൽ നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. റെഡിയാണല്ലോ അല്ലെ? എല്ലാവരും വിൽക്കുന്നുണ്ട്, പക്ഷെ ചോദിച്ചാൽ കൊടുക്കുന്ന ആളുകളാണ് കൂടുതൽ എന്ന് തോന്നുന്നു ഈ പ്ലാറ്റ്ഫോമിനകത്ത്. വളരെ നന്നായിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്, പക്ഷെ ഞാൻ ഭൂരിഭാഗം ആളുകളോട് ഇപ്പൊ ഇങ്ങനെ ഒരു സെഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറെ ആളുകളോട് പേഴ്സണലായിട്ട് കൺസൾട്ട് ചെയ്തപ്പോൾ അവർ എന്നോട് പറഞ്ഞ കാര്യം, സാറേ ഞങ്ങളത് ചോദിച്ചാൽ മാത്രമേ കൊടുക്കല്, കാരണം അതിന്റെ ഫ്യൂച്ചറിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ആലോചിച്ചുകൊണ്ട് ഞങ്ങൾക്കത് ചെയ്യൽ കുറച്ച് കുറവാണെന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എന്താണ് ഹെൽത്ത് ഇൻഷുറൻസിന്റെ സാധ്യത, എന്തുകൊണ്ട് അത് കൊടുക്കണം എന്നല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യ ഈസ് ദ ലാർജസ്റ്റ് പോപ്പുലേഷനിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ലാർജസ്റ്റ് പോപ്പുലേഷൻ ഉള്ളൊരു, ഈ ലാർജസ്റ്റ് പോപ്പുലേഷൻ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഇൻഷുറൻസ് കമ്പനികൾ ഓടി വരുന്നത്. അതും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. കാരണം പോപ്പുലേഷൻ എവിടെയാണോ കൂടുതൽ അവിടെ ഇൻഷുറൻസ് കമ്പനികളുടെ എണ്ണം കൂടുതലായിട്ട് ഉണ്ടാവുന്ന പറയാം. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ച് നമുക്ക് പോപ്പുലേഷൻ ആണ് നമ്മളുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു റിസോഴ്സസ് എന്ന് പറയുന്നത്. ഇൻഷുറൻസ് ഏജൻസി എടുക്കുമ്പോൾ നമ്മളുടെ ഒരു റിസോഴ്സസ് എന്ന് പറയുന്നത് ഈ ഒരു പോപ്പുലേഷൻ ആണ്. ഈ പോപ്പുലേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മളും മറ്റ് കമ്പനികളും ഒക്കെ ഓടി ഇവിടേക്ക് വരുന്നത്, ഇല്ലേ? അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഹെൽത്ത് ഇൻഷുറൻസിന് ഇവിടെയുള്ള സാധ്യതകൾ എന്താണ്, എന്തൊക്കെയാണെന്നുള്ളതാണ്. എവറി ഇയർ, ഓരോ വർഷത്തിലും 2.5 കോടി കുട്ടികളാണ് ഇന്ത്യയിൽ ജനിക്കുന്നത്. എത്രയാണ്? ഓരോ വർഷവും 2.5 കോടി. അത് ലോകത്തിലുള്ള ജനസംഖ്യയുടെ, അതായത് ജനനത്തിന്റെ 20% വരുന്നതാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത്. ഓരോ വർഷവും 2.5 കോടി പുതിയ കുട്ടികൾ ഉണ്ടാവുന്നു. അത് 20% ഓഫ് ദ വേൾഡ് ന്യൂ ബോൺ ചൈൽഡ്. 20% വേൾഡിൽ ന്യൂ ബോൺ ചൈൽഡിന്റെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കണക്ക് പ്രകാരം. അപ്പൊ നമുക്ക് അത്രയ്ക്കും നമുക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് എവറി ഇയർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്.
ഗവൺമെന്റ് ഫണ്ടിങ് ഹെൽത്ത് ഇൻഷുറൻസ് ഈസ് ആൾ അബൌട്ട് ബിലോ പോവർട്ടി ലൈൻ പീപ്പിൾ അല്ലെ. ഗവൺമെന്റിന്റെ ചില പദ്ധതികളൊക്കെ ഉണ്ടെങ്കിൽ കൂടെ അത് എല്ലാവർക്കും കിട്ടത്തക്ക രീതിയിൽ നമ്മുടെ നാട്ടിലില്ല. ഗവൺമെന്റ് പല പല പദ്ധതികളും ആവിഷ്കരിക്കുന്നുണ്ട്, അത് ചിലർക്കൊക്കെ ഫലപ്രദമായിട്ട് വരുന്നത്. പക്ഷെ ബിലോ പോവർട്ടി ലൈനിലുള്ള ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ അതിൽ നിന്നൊരു ഗുണം കിട്ടുന്നുള്ളൂ. റീറ്റെയിൽ ഹെൽത്ത് ഇൻഷുറൻസ് ഹാസ് അല്ലെ. അപ്പൊ റീറ്റെയിൽ ഹെൽത്ത് ഇൻഷുറൻസ് ഹാസ് പൊട്ടൻഷ്യൽ മാർക്കറ്റ് ഇൻ നെക്സ്റ്റ് 5 years. ഇപ്പൊ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റീറ്റെയിൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഹെൽത്ത് ഇൻഷുറൻസിൽ ഗ്രൂപ്പ് ഇൻഷുറൻസ് അതുപോലെ കമ്പനികൾ ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കുറെ ഇൻഷുറൻസുകളൊക്കെ ഉണ്ട്. പക്ഷെ അടുത്ത 5 വർഷത്തിൽ നമ്മൾ ആളുകളെ ചെന്ന് വ്യക്തിപരമായിട്ടും കുടുംബപരമായിട്ടും എടുക്കുന്ന റീറ്റെയിൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ വളർച്ച എന്ന് പറയുന്നത് വളരെ അത്ഭുതകരമായിരിക്കുന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ പ്ലാൻ, ഫാമിലി പ്ലാൻ, സീനിയർ സിറ്റിസൺ പോളിസി, വളരെ നൂതനമായ പോളിസികൾ മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പല പല കമ്പനികൾക്കും വളരെ നൂതനമായിട്ടുള്ള ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള പോളിസികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹെൽത്ത് ഇൻഷുറൻസിന് വളരെയധികം ഒരു മാർക്കറ്റ് ഇന്ത്യൻ മാർക്കറ്റിലുണ്ട്. ജനസംഖ്യ കൂടുതലാണ്, ഒരു വർഷത്തിൽ ജനിക്കുന്ന കുട്ടികളുടെ എണ്ണം കൂടുതലാണ്. അത് വേൾഡിന് നോക്കുമ്പോൾ 20% നമ്മുടെ നാട്ടിലാണ്. ഗവൺമെന്റ് ഫണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടെ അത് ബിലോ പോവർട്ടി ലൈനിലുള്ള ആളുകൾക്ക് കിട്ടുന്നുള്ളൂ. അപ്പൊ അടുത്ത 5 വർഷം റീറ്റെയിൽ ഹെൽത്ത് ഇൻഷുറൻസിൽ അത്ഭുതകരമായ വളർച്ച ഉണ്ടാവുന്നതാണ് പഠനങ്ങൾ പറയുന്നത്. നല്ല നൂതനമായ പ്ലാനുകൾ എല്ലാ കമ്പനികൾക്കും ഉണ്ട്. ഏതൊക്കെ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലേയേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ കളിക്കുന്നുണ്ട് അവരൊക്കെ ദിനം പ്രതി പുതിയ മാരുതി കാർ ഇറക്കുന്നത് പോലെയാണ് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികൾ റീസെന്റ് ആയിട്ട് പ്ലാനുകളൊക്കെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് മാർക്കറ്റ് ഇൻ ഇന്ത്യ ഈസ് വളരെ അൺടാപ്ഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ആണെന്നാ പറയുന്നത്. ഹെൽത്ത് ഇൻഷുറൻസ് മാർക്കറ്റ് ഇന്ത്യയിലെ പൊതുവെ ഇൻഷുറൻസ് ഇന്ത്യയിൽ പെനട്രേഷൻ വളരെ കുറവാണ്. പക്ഷെ ഹെൽത്ത് ഇൻഷുറൻസ് അൺടാപ്ഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നോക്കൂ, ഇപ്പൊ ഇവിടെ നോക്കിക്കോളൂ, ഞാനിവിടെ കുറച്ച് ഡാറ്റ നിങ്ങൾക്ക് കൊണ്ടുവച്ചിട്ടുണ്ട്. അതായത് ഓരോ ഇൻഷുറൻസ് കമ്പനികളും വാർഷിക കണക്കെടുക്കുന്ന സമയത്ത് എവറി ഇയർ അവരുടെ ഹെൽത്ത് ഇൻഷുറൻസിലുള്ള പ്രീമിയം ഡബിൾ ആയി വരുന്നുണ്ട്. ഇപ്പൊ 2016, 2021, 2025 നോക്കുമ്പോൾ ഗ്രോസ് റിട്ടേൺ ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം, ഇപ്പൊ നോക്കൂ, ടോട്ടൽ ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ ടോട്ടൽ പ്രീമിയത്തിൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം എന്ന് പറയുന്നതിന് വളരെയധികം ഇൻക്രീസ്, അതായത് ഇരട്ടിയെങ്കിലും ആവുന്നുണ്ട് എന്നുള്ളത്. 2016, 2021, 2025 നോക്കുമ്പോൾ ഓരോ വർഷവും ഇൻഷുറൻസ് കമ്പനികൾ ഹെൽത്ത് ഇൻഷുറൻസിന്റെ പ്രീമിയം കളക്ട് ചെയ്യുന്നത് ഡബിൾ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു പ്രധാന റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ മാർക്കറ്റ് എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ് ഇന്ത്യയിൽ നിന്നുള്ളതാണ്. അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് പെനിട്രേഷൻ ഇന്ത്യയിൽ വളരെയധികം കുറവാണ്. പക്ഷെ മറ്റ് കൺട്രീസിൽ ഇപ്പൊ നോക്കുക, ഇന്ത്യയിൽ ഒരു 37% ആണ് പല ഹെൽത്ത് ഇൻഷുറൻസ്, ഇൻഡിവിജ്വൽ ഹെൽത്ത് ഇൻഷുറൻസ് അല്ല, ഇപ്പൊ അവർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ കൊടുക്കുന്ന നമ്മുടെ മെഡിസെപ്പ് പോലെ അതുപോലെ തന്നെ പല പല ഹെൽത്ത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഒരു 37% പീപ്പിൾ മാത്രമേ കവേർഡ് ആയിട്ടുള്ളൂ. അത് ഇൻഡിവിജ്വൽ ഹെൽത്ത് ഇൻഷുറൻസിലല്ല, ഗ്രൂപ്പ് ഇൻഷുറൻസ് എല്ലാത്തിലും വരും. ബാക്കി 63% ആളുകളും എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ പോക്കറ്റിൽ നിന്നാണ് പൈസ എടുത്ത് ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. ഇപ്പൊ എന്നെയൊക്കെ വളരെയധികം സങ്കടകരമായിട്ടുള്ള ഒരു ന്യൂസ് കഴിഞ്ഞ ആഴ്ച, നമ്മൾ ഏജൻസ് ആയ പല ആളുകളും തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാത്ത ആളുകളുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒരു അസുഖം വരുന്ന സമയത്ത് ഹെൽത്ത് ഇൻഷുറൻസ്, സ്വന്തമായിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാത്ത എത്രയോ ഇൻഷുറൻസ് ഏജൻസ് ഉണ്ട് എന്നുള്ളതും വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ്. പക്ഷെ US പോലുള്ള കൺട്രീസിൽ നോക്കൂ, 91% ആളുകളും ഹെൽത്ത് ഇൻഷുറൻസ് കവേർഡ് ആണ്. അതുകൊണ്ട് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ഒരു 9% ആളുകൾക്ക് മാത്രമേ പോക്കറ്റിൽ നിന്ന് അവർ മറ്റെന്തിനെങ്കിലും എടുത്തു വെച്ച പൈസ വെച്ചിട്ട് ചികിത്സിക്കേണ്ട ആവശ്യം വരുള്ളൂ. പക്ഷെ ഇന്ത്യയിൽ എന്താ സംഭവിക്കുന്നത്? ഏകദേശം ഒരു 63% ആളുകളും അസുഖം വന്നാൽ അവർ വേറെ എന്തിനെങ്കിലും എടുത്തു വെച്ച കാശ്, അത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനോ അവനവന്റെ പെൻഷനോ മാരേജിനൊക്കെ എടുത്തു വെച്ച കാശ് വെച്ചിട്ടാണ് ആളുകൾ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് പെനിട്രേഷൻ ഇന്ത്യയിൽ വളരെ കുറവാണ്. അപ്പൊ നമ്മൾ കാര്യമായിട്ട് ആളുകൾക്ക് ഇതിനെക്കുറിച്ചുള്ള അവയർനെസ്, അസുഖങ്ങളും അപകടങ്ങളും അത്രയ്ക്ക് കൂടി വരുന്നുണ്ട്. ഒരു അൺടാപ്ഡ് പൊട്ടൻഷ്യൽ ആണ്. അത് ഈ മാസം ഞാൻ ഹെൽത്ത് ഇൻഷുറൻസ് നന്നായിട്ട് ചെയ്യലുണ്ട്. പക്ഷെ ഈ മാസം കുറച്ച് ഈ ഒരു സെഷൻ ഞാൻ എടുക്കാൻ പോകുന്നതിന്റെ ഭാഗമായിട്ട് മാർക്കറ്റിൽ ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആകെ 5 പേരെയാണ് ഹെൽത്ത് ഇൻഷുറൻസിന് വേണ്ടി കണ്ടത്. ഈ 5 പേരും എന്റെ നിന്ന് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു എന്നുള്ളതാ. അപ്പൊ അതിന്റെ ഒരു കാര്യം എന്താ, നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ആളുകൾ ഹെൽത്ത് ഇൻഷുറൻസ്, അപ്പൊ 91% US കവർ, പക്ഷെ ഇന്ത്യയിൽ കവേർഡ് വളരെ കുറവാണ്. ഇൻഷുറൻസ് കവറേജ് ഉള്ള ആളുകൾ വളരെ കുറവാണ്. അതുകൊണ്ട് നമുക്ക് വളരെയധികം ഒരു സാധ്യത ഈ ഒരു മാർക്കറ്റിനകത്തുണ്ട്. നോക്കിക്കോളൂ, ഹെൽത്ത് ഇൻഷുറൻസ് സെക്ടർ ഇൻ ദ ഫാസ്റ്റസ്റ്റ് ഗ്രോവിംഗ് സെഗ്മെന്റ് ഇൻ ഇൻഷുറൻസ് ഇൻഡസ്ട്രി. ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഹെൽത്ത് ഇൻഷുറൻസ് സെക്ടർ എന്ന് പറയുന്നത്. ഫാസ്റ്റസ്റ്റ് ഗ്രോവിംഗ് ഇൻഡസ്ട്രി ആണ്. ഇത് കുറച്ച് ഡാറ്റാസ് ഒക്കെ, മിനിമം പ്രീമിയം ഗ്രോത്ത്, ഒരു വർഷത്തിൽ മിനിമം പ്രീമിയം ഗ്രോത്ത് എന്ന് പറയുന്നത് 12.5% പെർ ഇയർ വെച്ച് പ്രീമിയം ഗ്രോത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മിനിമം. അതുപോലെ തന്നെ ഏകദേശം
68 കോടി ഇന്ത്യ ആളുകൾ 2025 ആവുമ്പോഴേക്കും ഹെൽത്ത് ഇൻഷുറൻസിൽ കവേർഡ് ആവുന്ന പറയുന്നത്. കാര്യമായിട്ട് ഈ ഒരു സെഗ്മെന്റിന്റെ വളർച്ച നോക്കുമ്പോൾ 68 crore ഇന്ത്യൻ വിൽ ബി കവേർഡ് ഹെൽത്ത് ഇൻഷുറൻസ് ഇൻ 2025. അപ്പൊ വളരെ വലിയൊരു മാർക്കറ്റാണ്. അതുപോലെ തന്നെ 46% ഓഫ് ദ പോപ്പുലേഷന്റെ 46% ആളുകളും ഹെൽത്ത് ഇൻഷുറൻസിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതും നമ്മളെ ഏറ്റവും കൂടുതൽ ഉത്തേജിപ്പിക്കുന്ന ഒരു ഘടകമാണ്. അപ്പൊ നമ്മൾ നോക്കണം, ഹെൽത്ത് ഇൻഷുറൻസ് ഏറ്റവും കൂടുതൽ ഇത് കുറെ മറ്റ് സെഷൻ എടുക്കുന്ന പോലെ കുറച്ച് ഡാറ്റാസ് ഒക്കെ ഇതിനകത്ത് ഉണ്ട്. അപ്പൊ മറ്റ് സെഗ്മെന്റ് പോലെയല്ല, ഇൻഡസ്ട്രി വളർന്നു വരുന്നു. മിനിമം പ്രീമിയം ഗ്രോത്ത് 12.5% ഉണ്ട്. 68 കോടി ആളുകളെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസിലേക്ക് 2025 വരുന്ന പറയുന്നത്. 46% ഓഫ് ദ പോപ്പുലേഷൻ കവേർഡ് ആവും. ഇനി ഇവിടെ നോക്കിക്കോളൂ, ആവറേജ് ഹോസ്പിറ്റലൈസേഷൻ കോസ്റ്റ് ഇൻ ഇന്ത്യ. ഇത് റൂറൽ ഏരിയയും അർബൻ ഏരിയയും നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ആവറേജ് ഹോസ്പിറ്റൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ രാജ്യത്ത് ടോട്ടലായിട്ട് ആശുപത്രിയിൽ കിടക്കുമ്പോൾ ഒരു വ്യക്തി ചെലവാക്കുന്ന പൈസയുടെ ഒരു കണക്കാണിത്. 2004 അത് 5695 രൂപയായിരുന്നു റൂറൽ ഏരിയയിൽ. നമ്മുടെ രാജ്യത്ത് ഒരു വർഷത്തിൽ ആളുകൾ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ആവറേജ് ഒരാൾക്ക് ചെലവാക്കി വേണ്ടി വരുന്ന പൈസ റൂറൽ ഏരിയയിൽ 2004 5695 ആയിരുന്നു. പക്ഷെ അത് അർബൻ ഏരിയയിൽ എത്രയായിരുന്നു? നേരെ ഇരട്ടിയാ, 8851. ഇനി 2014 ആയപ്പോൾ അതെന്തായി? റൂറൽ ഏരിയയിൽ അത് 14,900, ഏകദേശം ഒരു കണക്കാണ് കേട്ടോ, 14,935 അർബൻ ഏരിയയിൽ അത് ഏകദേശം 25,000 അടുത്ത് വന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, 10 വർഷം കൊണ്ട് വളരെ വളരെ ഇരട്ടിയായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. 2024 ആയപ്പോൾ ആവറേജ് ഹോസ്പിറ്റൽ എക്സ്പെൻസസ് ഒരാളുടെ എത്രയാ? 69,621 രൂപ. അർബൻ ഏരിയയിൽ, റൂറൽ ഏരിയയിൽ ഏകദേശം 50,000 രൂപ. ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആളുകളെ ടോട്ടലായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഹോസ്പിറ്റൽ എക്സ്പെൻസസ് വളരെയധികം ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റൂറൽ ഏരിയയിൽ കുറച്ച് കുറവാണ്. അതുകൊണ്ടാണ് പല കമ്പനികളും നമ്മൾ ഇങ്ങനെ ഏരിയ തിരിച്ചിട്ടുണ്ട്. 1, 2, 3 എന്ന് പറയുന്ന സെഗ്മെന്റിലൊക്കെ പ്രീമിയം കാൽക്കുലേഷൻ വരുന്നത്, റൂറൽ ആൻഡ് അർബൻ എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഹോസ്പിറ്റൽ എക്സ്പെൻസസ് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഡ്യൂ ടു മെഡിക്കൽ ഇൻഫ്ലേഷൻ ഹോസ്പിറ്റൽ കോസ്റ്റ് എത്ര ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന? ഇന്ത്യൻ മാർക്കറ്റിലെ ഇൻഫ്ലേഷൻ 7% ഒക്കെ ആണെങ്കിലും ഹോസ്പിറ്റൽ എക്സ്പെൻസ് എന്ന് പറയുന്ന അവിടെ ഇൻഫ്ലേഷൻ 21%. 21% ഇൻക്രീസ് ആണ് ഹോസ്പിറ്റൽ എക്സ്പെൻസിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ 1 out of 5 ഇന്ത്യൻസ്, 5 പേരെ എടുക്കുമ്പോൾ ഒരാളെങ്കിലും കടം വാങ്ങിക്കൊണ്ടാ ചികിത്സയ്ക്ക് വേണ്ടി പോകുന്നു. 5 പേര് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഒരാളെങ്കിലും, അതായത് 1 out of 5 ഇന്ത്യൻസ് ബോറോ ഓർ സെൽ സംതിങ് ടു പേ ദെയർ മെഡിക്കൽ ബിൽസ്. 5 പേരിൽ ഒരാളെങ്കിലും ഹോസ്പിറ്റൽ ബിൽ അടയ്ക്കാൻ കടം വാങ്ങുകയോ അവിടെ സ്വത്ത് വിൽക്കുകയാണ് ചെയ്യുന്നത്. 70% ഇന്ത്യൻസ് മേ മെഡിക്കൽ എക്സ്പെൻസസ് ഫ്രം ദെയർ ഓൺ പോക്കറ്റ്. 70% ഇന്ത്യക്കാരും മെഡിക്കൽ എക്സ്പെൻസസ് എന്ന് പറയുന്നത് സ്വന്തം പോക്കറ്റിൽ നിന്നാണ് കൊടുക്കുന്നത്. അതിൽ 7% പോപ്പുലേഷൻ ഈ ഒരു അസുഖം വന്ന് ചികിത്സിക്കാൻ പൈസ ഇല്ലാത്തത് കാരണം അവരുടെ സ്വത്തൊക്കെ വിട്ട് ബിലോ പ്രോവർട്ടി ലൈനിലേക്ക് പോകുന്നുണ്ടെന്ന്. സമ്പന്നർ പോലും ആരോഗ്യകരമായ പ്രശ്നങ്ങൾ വന്നിട്ട് ഒരു 7% ആളുകൾ ഈ അസുഖം കാരണം പൈസ ഹോസ്പിറ്റലിൽ കൊടുത്ത് പോവർട്ടി ലൈനിലേക്ക് വരുന്നു എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. അപ്പോൾ മെഡിക്കൽ ഇൻഫ്ലേഷൻ 21%. 5-ൽ 1 ഇന്ത്യക്കാരനെങ്കിലും ഈ ഹോസ്പിറ്റൽ എക്സ്പെൻസിന് വേണ്ടി കടം വാങ്ങുക, സ്വത്ത് വിൽക്കുക ചെയ്യുന്നുണ്ട്. 70% ഇന്ത്യക്കാരും സ്വന്തം പോക്കറ്റിൽ നിന്നാണ് മെഡിക്കൽ എക്സ്പെൻസ് ചെയ്യുന്നത്. 7% ആളുകൾ ഈ കാരണം കൊണ്ട് ദാരിദ്ര്യത്തിലേക്ക് വരുന്നുണ്ട്. അത്രയ്ക്കും ഭയങ്കരമായ ഒരു സ്ഥിതിയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഹോസ്പിറ്റൽ എക്സ്പെൻസിന്റെ കേസിൽ ഇരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ ഫസ്റ്റത്തെ സ്ലൈഡ് കാണിച്ചില്ലേ, സ്വത്ത് ഉണ്ടാക്കുന്നതിനേക്കാൾ പ്രാധാന്യം സ്വത്തിനെ സംരക്ഷിക്കലാണെന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമുക്ക് വലിയൊരു സാധ്യതയുണ്ട്. ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ കസ്റ്റമേഴ്സിന് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഹെൽത്ത് ഇൻഷുറൻസിലേക്ക് വരാൻ ആളുകൾ സാധ്യത കൂടുതലാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്തുകൊണ്ട് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് വിൽക്കണം എന്നുള്ളതാണ്. ഒരു ഏജന്റ് എന്ന നിലയിൽ ഇപ്പൊ ഇത്തരത്തിലുള്ള കുറെ കാര്യങ്ങൾ, കുറെ ഡാറ്റാസ് നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ ഈ ഹെൽത്ത് ഇൻഷുറൻസ് വിൽക്കുന്നത് കൊണ്ട് നമ്മൾ ഏജന്റ്സിന് കുറെ ബെനിഫിറ്റും ഉണ്ട്. കാരണം നമ്മൾ ഒരു ഏജന്റ് എന്ന നിലയിൽ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എന്തുകൊണ്ട് വിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നോക്ക്, ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിൽ, ഇപ്പൊ ലൈഫ് ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിൽ നമ്മൾ ഏറ്റവും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്താണെന്നറിയോ നിങ്ങൾക്ക്? എത്ര പേര് നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് തരുന്നുണ്ട്? ഒരു ലൈഫ് ഇൻഷുറൻസ് പോളിസി വിൽപ്പനയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് രാവിലെ അപ്പോയിന്റ്മെന്റ് എടുക്കാൻ ശ്രമിക്കുമ്പോൾ, നമ്മളൊരു ലൈഫ് ഇൻഷുറൻസ് പോളിസിയെ കുറിച്ച് പറയാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ എത്ര പേർക്ക് സഫീഷ്യന്റ് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ് കിട്ടുന്നുണ്ട്? എസ് എന്നുള്ള ആളുകൾ ഒന്ന് ടൈപ്പ് ചെയ്തേ. എനിക്ക് ജീവൻ ഉമംഗ് പോളിസി ഉത്സവിനെ കുറിച്ചൊക്കെ പറയാൻ ഞാൻ സാറിനെ വന്ന് കണ്ടോട്ടെ എന്ന് നമ്മൾ അപ്പോയിന്റ്മെന്റിന് വേണ്ടി ശ്രമിക്കുമ്പോൾ എത്ര പേർക്ക് സഫീഷ്യന്റ് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ് കിട്ടുന്നുണ്ട്? ഉള്ളവരൊന്ന് എസ് ടൈപ്പ് ചെയ്ത്, ഇല്ലാത്തവരൊന്ന് നോ എന്ന് ടൈപ്പ് ചെയ്ത് ചാറ്റ് ബോക്സിൽ. എസ് ആണോ നോ ആണോ കൂടുതൽ വരുന്നത് നോക്കട്ടെ.
കാരണം ലൈഫ് ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിൽ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്ന അപ്പോയിന്റ്മെന്റ് എടുക്കൽ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഞാൻ റിലേഷൻഷിപ്പ് സെല്ലിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ കൂടെ അധികം പരിചയമില്ലാത്ത ഒരാളാണെങ്കിൽ ഇപ്പൊ കൃഷ്ണൻകുട്ടി സാറൊക്കെ പറയുന്ന പോലെ നല്ലോണം പരിചയമുള്ള ആളാണെങ്കിൽ നമ്മുടെ കാര്യത്തെ കുറിച്ച് പറയാൻ ഒന്ന് വന്ന് കണ്ടോട്ടെ എന്ന് പറയുമ്പോൾ അപ്പോയിന്റ്മെന്റ് തരാത്ത ആളുകളാണ് ഏറ്റവും കൂടുതൽ. ഇവിടെ നോക്കൂ, ഇവിടെ നിങ്ങൾ ഇപ്പൊ ഈ ചാറ്റ് ബോക്സിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൻസർ വരുന്നത് നോ എന്നാണ്. എസ് എന്ന് ടൈപ്പ് ചെയ്യുന്ന ആളുകൾ വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. വളരെ കുറച്ച് ആളുകളാണ് എസ് എന്ന് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള ഭൂരിഭാഗം ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന 450-ലധികം ആളുകളുടെ ചാറ്റ് ബോക്സ് വരുന്ന ആൻസർ എന്ന് പറയുന്നത് നോ എന്നാണ്. ഇതൊരു യാഥാർത്ഥ്യമാണ്, നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. പക്ഷെ നിങ്ങളൊരു ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കസ്റ്റമറോട് ഒരു അപ്പോയിന്റ്മെന്റ് ചോദിച്ചു നോക്ക്. ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ചാണ് സംസാരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു ഇപ്പൊ ഞാൻ കുറെ നാളുകളായിട്ട് ഞാൻ ആളുകളോട് അപ്പോയിന്റ്മെന്റ് ചോദിക്കുന്ന സമയത്ത് ഞാൻ ഹെൽത്ത് ഇൻഷുറൻസാ ഫസ്റ്റ് പിച്ച് ചെയ്യാം. അപ്പൊ അങ്ങനെ ഫസ്റ്റ് ആ കാര്യം പിച്ച് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന അപ്പോയിന്റ്മെന്റ്സിന്റെ എണ്ണം കൂടുതലാണ്. അത് വെച്ചിട്ടാ പിന്നെ അടുത്തതിലേക്ക് നമ്മൾ കിടക്കുന്നത്. അപ്പൊ ആദ്യം എന്തുകൊണ്ട് നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് വിൽക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഈസി ടു ഗെറ്റ് അപ്പോയിന്റ്മെന്റ്. അപ്പോയിന്റ്മെന്റ് കിട്ടാൻ ഈസിയാണ്. നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അപ്പോയിന്റ്മെന്റ് കിട്ടുന്നുണ്ടോ? ഞാനൊരു ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് സംസാരിക്കാൻ വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ അപ്പോയിന്റ്മെന്റ് കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? യെസ് ഓർ നോ എന്ന് ടൈപ്പ് ചെയ്തേ. ഇനിയിപ്പോ അത് നോ ആണെങ്കിൽ എൻട്രി കീ യെസ്. പുഷ്പലത മാഡം പറയുന്നത് പോലെ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ആ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് നമുക്കൊരു എൻട്രി കീ ആണ്. നോക്ക്, ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയാ ഇങ്ങോട്ട് ചോദിക്കും. പലരും ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ട്. കാരണം നോർമലി ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമ്മൾ സെല്ലേഴ്സ് മാർക്കറ്റിലാണ് നിൽക്കുന്നത്. പക്ഷെ ഹെൽത്ത് ഇൻഷുറൻസിനെ സംബന്ധിച്ച് ഞാൻ പറയും അത് ബയ്യേഴ്സ് മാർക്കറ്റാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. അപ്പോൾ ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിൽ ഒരു ഏജന്റിന് മുന്നോട്ട് ഈസി ആയിട്ട് പോകാനുള്ള ഏറ്റവും വലിയ സംഗതി എന്ന് പറയുന്നത് നമുക്ക് സഫീഷ്യന്റ് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ് കിട്ടുക എന്നുള്ളതാണ്. ഹെൽത്ത് ഇൻഷുറൻസിൽ അത് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ലീഡ് ജനറേറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിനെ നമുക്ക് ലൈഫ് ഇൻഷുറൻസിലേക്ക് മാറ്റാം, അത് ഞാൻ പറഞ്ഞു തരാം. പക്ഷെ ആദ്യത്തെ ഒരു എന്തുകൊണ്ട് നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് വിൽക്കണമെന്ന് എന്നോട് ചോദിച്ചാൽ ബൈജു എന്ന് പറയുന്ന ഇൻഷുറൻസ് ഏജന്റ് ഉറപ്പായിട്ടും പറയും ഈസി ടു ഗെറ്റ് അപ്പോയിന്റ്മെന്റ്. നിങ്ങൾ വേണമെങ്കിൽ ശ്രമിച്ചു നോക്കൂ. നിങ്ങൾ ഒരു ദിവസം 4-5 പേരെ ഫോൺ ചെയ്തിട്ട് എനിക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയെ കുറിച്ച് പറയാനാണെന്ന് നിങ്ങൾ വിളിച്ച് സംസാരിച്ച് നോക്കൂ. അതിലൊരു 3 പേരെങ്കിലും നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ഫോണിലൂടെയൊക്കെ അപ്പോയിന്റ്മെന്റ് എടുക്കാനുള്ള കഴിവുണ്ടെങ്കിൽ മിനിമം ഒരു 70% ആളുകൾ നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് തരും. അപ്പൊ നമുക്ക് സഫീഷ്യന്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ എന്തുണ്ടാവും? അപ്പോയിന്റ്മെന്റ് ഉണ്ടാവും. ഇത് ഒരു മെയിൻ റീസൺ ആണ് എന്തുകൊണ്ട് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് വിൽക്കണമെന്നുള്ളത്. കാരണം ഒരു ഇൻഷുറൻസ് ഏജന്റിനെ സംബന്ധിച്ച് അപ്പോയിന്റ്മെന്റ് ഇല്ലെങ്കിൽ പണിയില്ല എന്നാ പറയാം, അല്ലെ കൃഷ്ണൻകുട്ടി സാറേ? ഒരു ഓഫീസ് വർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് തുറന്നു വെച്ച് അവിടെ പോയിരിക്കാം. പക്ഷെ ഒരു ഇൻഷുറൻസ് ഏജന്റിനെ സംബന്ധിച്ച് നമ്മളുടെ പ്രോഡക്റ്റും സർവീസും വിൽക്കാൻ നമ്മളുടെ മുന്നിൽ ആളില്ലെങ്കിൽ പിന്നെ പണിയില്ല എന്നുള്ളതാ. അപ്പൊ ഈ അപ്പോയിന്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടും എന്നുള്ളത് ഒന്നാമത്തെ കാര്യമാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോസ് സെല്ലിംഗ് ആൻഡ് അപ്സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റീസ്, ഇല്ലേ? കാരണം ഇപ്പൊ നോക്കൂ, നമ്മള് ലൈഫ് ഇൻഷുറൻസ് ഒരു കസ്റ്റമറോട് ചെന്ന് പറഞ്ഞു. പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് ഇൻഷുറൻസ് പോളിസി എടുക്കാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ പൈസ ഇല്ല എന്ന് വിചാരിക്കാം. നിങ്ങളൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഏജന്റ് ആണെങ്കിൽ മസാല ദോശയുടെ കൂടെ നമ്മൾ ആവശ്യപ്പെടാത്ത ഉഴുന്നുവട ഹോട്ടലിൽ സപ്ലയർ കൊണ്ടുവയ്ക്കുന്നത് പോലെ നമുക്ക് എന്ത് പിച്ച് ചെയ്യാൻ പറ്റും? ഹെൽത്ത് ഇൻഷുറൻസ് പിച്ച് ചെയ്യാൻ പറ്റും. കാരണം ഒരു പ്രോസ്പെക്ട് നമ്മളുടെ കയ്യിൽ നിന്ന് ഒരു പ്രോഡക്റ്റും വാങ്ങാത്തിടത്തോളം കാലം അയാൾ നമ്മളുടെ പ്രോസ്പെക്ട് മാത്രമാണ്. പക്ഷെ നേരെ മറിച്ച് നമ്മളൊരു ലൈഫ് ഇൻഷുറൻസ് എടുപ്പിക്കാനാ പോയേ, പക്ഷെ ലൈഫ് ഇൻഷുറൻസ് എടുക്കാനുള്ള ഒരു സാഹചര്യം ആ സമയത്ത് ആ പ്രോസ്പെക്ടിന് ഇല്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് പിച്ച് ചെയ്തു. സാറേ ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ ഉണ്ടോ, എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കുമ്പോൾ, കാരണം ഈ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് എപ്പോഴും അവരോ അവരുടെ ബന്ധുക്കളോ ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ട് ആ പൈസ കണ്ടെത്താൻ വേണ്ടി ബുദ്ധിമുട്ടിയ ഒരു സ്റ്റോറി അവരുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാവും. അപ്പൊ നമ്മൾ പറയാണ് ഞാൻ ഹെൽത്ത് ഇൻഷുറൻസും കൂടെ വിൽക്കുന്ന ഒരു ഏജന്റ് ആണ്, എന്റെ കയ്യിൽ കുറെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ ഉണ്ട് എന്ന് പറയുമ്പോ എന്നാ ഷെരീഫ് എന്നാ അതിനെ കുറിച്ചൊന്ന് പറഞ്ഞോന്ന് പറയാറില്ലേ ഷെരീഫ് സാറേ? അല്ലെ? ഹെൽത്ത് ഇൻഷുറൻസ് അതിനെ കുറിച്ച് നമ്മളോട് പറയാറുണ്ട്. അപ്പൊ ഏറ്റവും നല്ലൊരു ക്രോസ് സെല്ലിംഗ് പ്രോഡക്റ്റ് ആണ്. ക്രോസ് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ വിൽക്കാൻ പോയത് ലൈഫ് ഇൻഷുറൻസ് ആണ്, പക്ഷെ എടുക്കാനുള്ള സാഹചര്യം ഇല്ല. പക്ഷെ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് പിച്ച് ചെയ്തപ്പോ ആ പ്രോസ്പെക്ട് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തുകൊണ്ട് നമ്മളുടെ ഒരു കസ്റ്റമറായി. ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾ ആലോചിച്ചോളൂ,
ഒരു പ്രോസ്പെക്റ്റിനെ എല്ലാ സ്ഥലത്തേക്കും കൊണ്ടുപോകാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷെ നിങ്ങളുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് അയാൾ വാങ്ങുമ്പോൾ അവര് നമ്മുടെ കസ്റ്റമർ ആവും. കസ്റ്റമറെ അടുത്തടുത്ത സെഗ്മെന്റിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് ഈസിയാണ്. അപ്പോ വൺ ഓഫ് ദ വണ്ടർഫുൾ ബെസ്റ്റ് ക്രോസ് സെല്ലിംഗ് പ്രോഡക്റ്റ് ആണ് എന്ത്? ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇനി അത് തന്നെ അപ്സെല്ലിംഗ് പ്രോഡക്റ്റുമായിട്ട് മാറും. ഇപ്പൊ നോക്കൂ, നിങ്ങളുടെ ഹെൽത്ത് ഇൻഷുറൻസിന്റെ കസ്റ്റമർ ഒരു ഘട്ടം കഴിയുമ്പോൾ, ഞാനൊക്കെ ആദ്യമായിട്ട് ഒരു കസ്റ്റമറെ കാണുമ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് ആ കൊടുക്കുക. പക്ഷെ ഒരു ഘട്ടം കഴിയുമ്പോൾ അവർ നമ്മളുടെ കയ്യിൽ നിന്ന് നമ്മൾ എന്നാണോ അന്ന് കൊടുക്കാൻ ഉദ്ദേശിച്ച ലൈഫ് ഇൻഷുറൻസും അവർ വാങ്ങലുണ്ട്. അത് എങ്ങനെയാണെന്ന് അടുത്ത പോയിന്റിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ക്രോസ് സെൽ ചെയ്യാനും ഉപയോഗിക്കാം, അപ്സെൽ ചെയ്യാനും ഉപയോഗിക്കാം. എന്താണ് ക്രോസ് സെല്ലിംഗ് ആൻഡ് അപ്സെല്ലിംഗ്? ഇല്ല, ക്രോസ് സെല്ലിംഗ് എല്ലാവർക്കും അറിയാം. നമ്മൾ ഈ മസാല ദോശ വാങ്ങുമ്പോൾ ഉഴുന്നുവട കൊണ്ടുവയ്ക്കുന്നതിന്റെ ഒരു സൈക്കോളജി, 100 ഉഴുന്നുവട കൊണ്ടുവച്ചാൽ 20 പേരെ വേണ്ടാന്ന് പറയില്ലത്രേ, ബാക്കി 80 പേരും ഓർഡർ ചെയ്യാത്ത ഒരു പ്രോഡക്റ്റ് വാങ്ങുന്ന പറയുന്നത്. അപ്പൊ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് പിച്ച് ചെയ്യുന്ന സമയത്ത് ഇൻഡിവിജ്വലോ ഫാമിലിയോ ഒക്കെ നമ്മൾ പിച്ച് ചെയ്യുന്ന സമയത്ത് അവരത് എടുക്കും. ഇപ്പോഴാണെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസിൽ ഇൻസ്റ്റാൾമെന്റും EMI ഒക്കെ ഒരുപാട് ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. മന്ത്ലി ഒക്കെ അടയ്ക്കാം. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കമ്പനികൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നല്ലൊരു ക്രോസ് സെല്ലിംഗ് പ്രോഡക്റ്റ് ആണ്. നിങ്ങളുടെ പ്രോസ്പെക്റ്റിനെ കസ്റ്റമർ ആക്കി മാറ്റാനുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് വെക്കുക എന്നുള്ളതാണ്. കസ്റ്റമറെ നമുക്ക് അടുത്ത ലെവലിലേക്ക് എവിടേക്ക് വേണമെങ്കിലും കൊണ്ടുപോകാം. പക്ഷെ ഒരു സാധനവും നമ്മളോട് വാങ്ങാത്തിടത്തോളം കാലമായി അയാൾ എന്തുമാത്രമായിരിക്കും? നമ്മുടെ പ്രോസ്പെക്ട് മാത്രമായിരിക്കും. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പ്രോസ്പെക്റ്റിന് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് കൊടുത്തുകൊണ്ട് നമ്മൾ കസ്റ്റമർ ആക്കുക എന്നുള്ളതാണ്. ഞാനൊരു 2 വീലർ ഇൻഷുറൻസ് കൊടുത്തുകൊണ്ട് 5 ലക്ഷം പ്രീമിയം കളക്ട് ചെയ്തിട്ടുണ്ട്. കാരണം ആ വീട്ടിൽ കയറി പോകുമ്പോൾ ആ ബൈജു കേറി വാട്ടോ എന്ന് പറയുന്നതും, അയ്യോ നിങ്ങൾ എവിടുന്നാ വരുന്നത്? കാരണം പ്രോസ്പെക്റ്റിന് എപ്പോഴും നമ്മളെ അറിയില്ല. നേരെ മറിച്ച് കസ്റ്റമർ ആണെങ്കിലോ നമ്മളെ അവർക്ക് പേരെടുത്ത് വിളിക്കാൻ അറിയാം. അപ്പൊ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് വിൽക്കാൻ നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളത് ഇതിന് വളരെ ഈസി ആയിട്ട് ക്രോസ് സെല്ലിംഗ് ആൻഡ് അപ്സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റീസ്. ഇത് രണ്ടാമത്തെ കാരണമാണ് എന്തുകൊണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് വിൽക്കണം എന്നുള്ളതിന്റെ. ഇനി മൂന്നാമത്തെ കാരണം എന്താ? എൻഹാൻസ് ക്ലയന്റ് റിലേഷൻഷിപ്പ്. നോക്കൂ, ഞാൻ ഉറപ്പായിട്ടും പറയട്ടെ ഷെരീഫെ, നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസിന്റെ ക്ലെയിം വാങ്ങിച്ചു കൊടുത്തൊരു കസ്റ്റമർ നമ്മളെ എങ്ങനെയാ ട്രീറ്റ് ചെയ്യുക? നമ്മുടെ കയ്യിൽ നിന്ന് ഹെൽത്ത് ഇൻഷുറൻസ്, എനിക്കറിയാം ഷെരീഫ് മൂപ്പന്റെ BNI ചാപ്റ്ററിലുള്ള ഒരു ഫ്രണ്ടാണ്. കാരണം അവിടെ എപ്പോഴും ഈ ഹെൽത്ത് ഇൻഷുറൻസ് ഏറ്റവും കൂടുതൽ വിറ്റിട്ട് അവിടെ ക്ലെയിം കിട്ടുമ്പോൾ ആളുകൾ ടെസ്റ്റിമോണിയൽ കൊടുക്കും. കാരണം കസ്റ്റമറെ ക്ലയന്റ് ആക്കി മാറ്റുക എന്നുള്ളത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസിലൂടെ ചേർത്തിയ ഒരു കസ്റ്റമർക്ക് നമ്മൾ ഒരു ക്ലെയിം വാങ്ങി കൊടുക്കുന്ന സമയത്ത് അവിടെ റിലേഷൻഷിപ്പും ബോണ്ടിങ്ങും കുറച്ചും കൂടെ കൂടും. കാരണം അവർ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്റെ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ, അപകട ഘട്ടത്തിൽ എന്റെ കൂടെ നിന്നൊരു ഫ്രണ്ട് ആയിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസറെ കണക്കാക്കും. അത് എന്റെ ലൈഫിൽ ഒരു വലിയ അനുഭവമാണ്. കാരണം ഞാൻ ഒറ്റപ്പാലം NSSലാണ് പഠിച്ചത്. അപ്പൊ ഞാൻ ആ പരിസരങ്ങളിലൊക്കെ എനിക്ക് കുറച്ച് പോളിസികളൊക്കെ ഉണ്ട്. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഒരു വീട്ടിൽ കൊണ്ടുപോയിട്ട് എന്നെ ഒരാളെ പരിചയപ്പെടുത്തി. ഇപ്പൊ പരിചയപ്പെടുത്തിയപ്പോ അദ്ദേഹം ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിലിരിക്കുക. അപ്പൊ ഞങ്ങൾ പോയി കണ്ട് സംസാരിച്ചപ്പോ ഞാൻ ആ കസ്റ്റമറോട് ചോദിച്ചു, സാറ് ലൈഫ് ഇൻഷുറൻസ് പോളിസികളൊക്കെ ധാരാളം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ഹെൽത്ത് ഇൻഷുറൻസ് എന്തുകൊണ്ടാണ് എടുത്തില്ല എന്ന്. അപ്പൊ ആ കസ്റ്റമർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നെ ഇത്രയും ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുപ്പിച്ച എന്റെ ഏജന്റ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു സാധനത്തെ കുറിച്ച് എന്നോട് പറഞ്ഞില്ല. എനിക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് ഇത്തരത്തിലുള്ള ഒരു അസുഖം വന്നപ്പോൾ അതൊരു വലിയ ബൈപ്പാസ് സർജറി ചെയ്യേണ്ടി വന്നു. പക്ഷെ ഇത്തരത്തിലൊരു അവസരം വന്നപ്പോൾ എന്റെ കയ്യിൽ നിന്ന് വളരെയധികം പൈസ ചെലവായി പോയി. നേരെ മറിച്ച് എന്റെ ആ ലൈഫ് ഇൻഷുറൻസ് അഡ്വൈസർ എന്നോടൊരു ഹെൽത്ത് ഇൻഷുറൻസ് കൂടെ എടുക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും എടുക്കുമായിരുന്നു. അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ് വന്നത്, സ്വത്തുണ്ടാക്കുന്നതിനേക്കാൾ പ്രാധാന്യം ഉണ്ടാക്കി വെച്ച സ്വത്തിനെ സംരക്ഷിക്കലാണ്. അപ്പൊ അത്തരത്തിൽ നമ്മളെ ഒരാൾ കുറ്റം പറയാൻ പാടില്ല. എൻഹാൻസ് ക്ലയന്റ് റിലേഷൻഷിപ്പ്. നമ്മളുടെ കസ്റ്റമർ ക്ലയന്റ് ആയിട്ട് മാറണമെങ്കിൽ നമ്മളുടെ കസ്റ്റമേഴ്സിന് നിർബന്ധമായിട്ട് നമ്മൾ എന്ത് കൊടുക്കുക? ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്ന സാധനം കൊടുത്തിരിക്കണം. കാരണം ആ റിലേഷൻഷിപ്പ് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഈസി ആയിട്ട് ലൈഫ് ഇൻഷുറൻസിന്റെ സെറ്റിൽമെന്റ് പോലെയല്ല. പക്ഷെ ചില ചാലഞ്ചസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് നമ്മൾ വിൽക്കണം. കംഫർട്ട് സോണിൽ ഇരിക്കുന്ന ആളുകളല്ലല്ലോ നമ്മൾ. അപ്പൊ അതുകൊണ്ട് ക്ലയന്റിന്റെ റിലേഷൻഷിപ്പ് ഒന്നുകൂടെ കൂടും, എൻഹാൻസ് ക്ലയന്റ് റിലേഷൻഷിപ്പ്. അപ്പൊ ഇതൊരു വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളുടെ കസ്റ്റമറുമായിട്ട് നിങ്ങൾക്ക് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാകണോ, അവരുടെ ആപത് ഘട്ടങ്ങളിൽ കൂടെ നമ്മൾ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. പക്ഷെ പല കസ്റ്റമേഴ്സ് എന്നോട് ഇങ്ങനെ ഡിസ്കസ് ചെയ്യാറുണ്ട്, ബൈജു പല ഇൻഷുറൻസ് അഡ്വൈസേഴ്സും നമ്മളുടെ മുന്നിൽ വരുന്നത് നമ്മൾ ഹാർഡ് ഏൺഡ് ആയിട്ടുള്ള മണി ഉണ്ടാക്കിയത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് വാങ്ങിച്ചുകൊണ്ട് പോകാനാണ്. പക്ഷെ നമ്മളുടെ ഒരു ആപത് ഘട്ടങ്ങളിൽ കൂടെ നിൽക്കാനും കൂടെ പറ്റുന്ന ഒരു അഡ്വൈസർ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ സന്തോഷമായെന്ന് പറയുന്ന ആളുകളുണ്ട്. കാരണം ഹെൽത്ത് ഇൻഷുറൻസ് ആകുമ്പോൾ നമ്മൾ എന്താ, അവരുടെ ആപത് ഘട്ടങ്ങളിൽ നമ്മൾ കൂടെ നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നിർബന്ധമായിട്ടും നമുക്ക് നമ്മളുടെ ഏറ്റവും നല്ല ക്ലയന്റിന്റെ കൂടെ ആപത് ഘട്ടങ്ങളിൽ കൂടെ നിൽക്കണ്ടേ നമുക്ക്? ഹലോ, നിങ്ങളാ പറയണ്ടേ, യെസ് ഓർ നോ?
നിൽക്കണ്ടേ? അപ്പൊ അങ്ങനെ നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം? നിർബന്ധമായിട്ടും അവിടെ ഇങ്ങനെയൊരു ടൂള് നമ്മൾ കൊടുത്തേ പറ്റൂ. നമ്മളുടെ ക്ലയന്റുമായിട്ടുള്ള എൻഹാൻസ് ചെയ്യാൻ പറ്റും ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു പോയിന്റ്, ഇത് എല്ലാവർക്കും അറിയാലോ അല്ലെ, ഇൻക്രീസ് ഏർണിംഗ് പൊട്ടൻഷ്യൽ. 3-4 ഇൻകം സ്ട്രീംസ് നമുക്ക് ഉണ്ടാവണം എന്നാ പറയാ. അപ്പൊ 2016 ഞാൻ കുറച്ചും കൂടി നന്നായിട്ട് ഇൻഷുറൻസ് ചെയ്യണം എന്നൊക്കെ ആലോചിച്ച് വന്ന സമയത്ത്, അന്ന് ഞാൻ ലീവ് ഒന്നും എടുത്തിട്ടില്ല, പാർട്ട് ടൈം ആയിട്ടാണ് ഗവൺമെന്റ് ജോബിൽ നമ്മൾ നിന്ന് വർക്ക് ചെയ്തേ. പക്ഷെ ആ തുടങ്ങിയ സമയത്ത് ഞാനും ദീപയും കൂടെ എന്ത് ചെയ്തിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനറൽ ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസും ലൈഫ് ഇൻഷുറൻസും ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അങ്ങനെ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു 3-4 സ്ഥലത്ത് നിന്ന് ഇൻകം വരത്തക്ക രീതിയിൽ ഇപ്പൊ ആ ഒരു ഇൻകം സ്ട്രീം ഡെവലപ്പ് ആയി എന്നുള്ളതാണ്. ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ ജനറൽ ഇൻഷുറൻസിന്റെയും ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഏജൻസി എടുക്കാനുള്ള വേറൊരു റീസണും ഞങ്ങളുടെ കാര്യത്തിൽ ഉണ്ടായിരുന്നു. ഞങ്ങളൊരു പോളിസി ഒരു 2 NRIസിന് ഒരു പോളിസി കൊടുത്തു. അപ്പൊ അവിടെ അന്ന് ആ സമയത്ത് എനിക്ക് ലൈഫ് ഇൻഷുറൻസിന്റെ ഏജൻസി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അവർക്കൊരു 2 വീലറുടെ ഒരു വണ്ടിയുടെ ഒക്കെ ഇൻഷുറൻസ് വേണമെന്ന് പറഞ്ഞപ്പോ എനിക്ക് തന്നെ പരിചയമുള്ള വേറൊരു LICയും എല്ലാം കൂടെ ചെയ്യുന്ന ഒരു ഏജന്റിനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. അപ്പൊ അങ്ങേര് അതൊക്കെ ചെയ്തു കൊടുത്ത ശേഷം കസ്റ്റമറോട് ഒരു ക്വസ്റ്റ്യൻ, നിങ്ങൾ പിന്നെ മറ്റേ പോളിസി ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ, ആ ബൈജുവിന്റെ നിന്ന് എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ ഒരു ബോണ്ട് കൊണ്ടുവന്ന് കാണിച്ചപ്പോ ആ ഏജന്റ്, ഞാൻ പറഞ്ഞു വിട്ട ഏജന്റിനെ ചോദിച്ചത്രേ, അയ്യോ ഈ പോളിസിയാണോ എടുത്തത് എന്നുള്ളത്. അയ്യോ ഈ പോളിസിയാണോ, ഈ മെച്യൂരിറ്റി ഇല്ലാത്ത ജീവൻ തരംഗൊക്കെയാണോ എടുത്തതെന്ന് ചോദിച്ചത്. അപ്പോ അന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ഒരു ഇൻഷുറൻസ് സൂപ്പർ മാർക്കറ്റ് ആവുക. കാരണം നമ്മളുടെ കസ്റ്റമറുടെ അടുത്തേക്ക് അറിഞ്ഞുകൊണ്ട് വേറൊരാളെ പറഞ്ഞു വിടണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലാണ് 2016 ഞങ്ങൾ എല്ലാ ഏജൻസിയും കൂടെ എടുത്ത്. പക്ഷെ ഇന്ന് അതൊരു ഇൻക്രീസിങ് ഏർണിംഗ് പൊട്ടൻഷ്യൽ എന്നുള്ള രീതിയിലേക്ക് വന്നു. ഹെൽത്ത് ഇൻഷുറൻസിന് നല്ലൊരു ഇൻകം കിട്ടുന്നുണ്ട്, ലൈഫ് ഇൻഷുറൻസിന് കിട്ടുന്നുണ്ട്, ജനറൽ ഇൻഷുറൻസിന് കിട്ടുന്നുണ്ട്, പിന്നെ നിങ്ങൾ എല്ലാവരും കൂടെ ഒരു ട്രെയിനർ എന്ന രീതിയിൽ ഒരു പൈസ നിങ്ങൾ എനിക്ക് തരുന്നുണ്ട്. അപ്പൊ ഇൻകം പൊട്ടൻഷ്യൽ ഏത് വഴിക്ക് എത്തി? നേരെ മറിച്ച് ഒരു സ്ഥലത്ത് നിന്ന് മാത്രമാണ് നമുക്ക് ഇൻകം വരുന്നത്. നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു ചാലഞ്ചസ് ആ ഇൻഡസ്ട്രിയിൽ ഉള്ളുമ്പോഴോ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നമ്മുടെ ഇൻകം പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് കുറഞ്ഞു പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള, ഇപ്പൊ പല പല ബന്ധമില്ലാത്ത ബിസിനസ് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ ഇൻഷുറൻസുമായി റിലേറ്റഡ് ആയിട്ടുള്ള, ഇപ്പൊ നോക്കൂ, ലൈഫ് ഇൻഷുറൻസ് ഏജന്റിനെ സംബന്ധിച്ച് ഹെൽത്ത് ഇൻഷുറൻസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഹെൽത്ത് ഇൻഷുറൻസുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇനിയിപ്പോ നിങ്ങൾ ഒരു ജനറൽ ഇൻഷുറൻസിന്റെ ഏജൻസി എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഇൻഷുറൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒറ്റ കാര്യമുള്ളൂ, ഇതെല്ലാം കൂടെ ബാലചന്ദ്ര മേനോനെ പോലെ ഒറ്റയ്ക്ക് ചെയ്യാതിരിക്കുക. പല ഏജൻസിനും പറ്റുന്ന സംഭവം എന്താ? എല്ലാം ഒറ്റയ്ക്ക് ചെയ്യും. നിറയെ ലൈഫ് ഇൻഷുറൻസ് പോളിസി ഉണ്ടാകും, നിറയെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി, ഏതിലും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും. എല്ലാ ബിസിനസ്സും നമുക്ക് ചെയ്യാം, പക്ഷെ നമ്മൾ എന്ത് ചെയ്തോണം? സ്റ്റാഫിനെ വെച്ച് അതിനുള്ളൊരു ടീമിനെ ഉണ്ടാക്കി ചെയ്യുകയാണെങ്കിൽ എല്ലാം ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല. നേരെ മറിച്ച് സംഘടനം, സംവിധാനം, സംഗീതം, പിന്നെ എല്ലാ സാധനവും കൂടെ ഒരാൾ ചെയ്യാനൊന്നും നടക്കില്ല. നമ്മൾ ഡെലിഗേറ്റ് ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യും? നമ്മുടെ ഇൻകം വർദ്ധിക്കും എന്നുള്ളത്, ഇൻക്രീസിങ് ഏർണിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് അവിടെ നിന്നും കൂടി നമുക്കൊരു ഇൻകം ജനറേറ്റ് ആവും. അടുത്ത എന്താ? കസ്റ്റമർ കൺവീനിയൻസ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എല്ലാം കൂടെ ഒരാളുടെ കയ്യിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ ഈസി അല്ലേ? ഇപ്പോ നമ്മുടെ അടുത്ത് നിന്ന് തന്നെയാണ് പിന്നെ ലൈഫ് ഇൻഷുറൻസ് എടുത്തിരിക്കുന്നത്, നമ്മളുടെ അടുത്ത് തന്നെയാണ് SIP എടുത്തിരിക്കുന്നത്, നമ്മളുടെ അടുത്ത് തന്നെയാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിരിക്കുന്നത്, നമ്മളുടെ അടുത്ത് തന്നെയാണ് വെഹിക്കിൾ ഇൻഷുറൻസ് എടുത്തിരുന്നുണ്ടെങ്കിൽ കസ്റ്റമർ കൺവീനിയൻസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. എല്ലാത്തിനും കൂടെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്താൽ മതി. ചില മിടുക്കരായിട്ടുള്ള ഏജൻസ് എന്താ ചെയ്യുന്നതെന്ന് അറിയോ? ലൈഫ് ഇൻഷുറൻസ് മാത്രം നമ്മൾ കൊടുക്കും, എന്നിട്ട് മറ്റേ ഹെൽത്ത് ഇൻഷുറൻസിന് വേറൊരു ഫ്രണ്ടിനെ അറേഞ്ച് ചെയ്ത് കൊടുക്കും. പക്ഷെ ഈ ഫ്രണ്ട് എന്ത് ചെയ്യും? കാരണം നമ്മൾ ഏതൊരാളെ നമ്മൾ സജസ്റ്റ് ചെയ്യുമ്പോഴും നമ്മളിൽ നിന്ന് എന്ത് കിട്ടുന്നോ അതാണ് കസ്റ്റമർ പ്രതീക്ഷിക്കുക. അപ്പൊ എപ്പോഴും കസ്റ്റമർക്ക് കൺവീനിയൻസ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. എല്ലാ കാര്യങ്ങളും കൂടെ നമ്മൾ തന്നെ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് ഒരു ഇൻഷുറൻസ് സൂപ്പർ മാർക്കറ്റ് എന്നുള്ള രീതിയിൽ മാറും. കസ്റ്റമറിനും കൺവീനിയന്റ് ആണ്. നേരെ മറിച്ച് ലൈഫ് ഇൻഷുറൻസ് ഒരാളാ ചെയ്തിരിക്കുന്നത്, ഹെൽത്ത് ഇൻഷുറൻസ് ഒരാളാ ചെയ്തിരിക്കുന്നതെന്ന് വരുന്ന സമയത്ത് നമുക്കത് കസ്റ്റമറെ സംബന്ധിച്ചും ബുദ്ധിമുട്ടാണ്. ഓരോന്നിനും ഓരോ ആളെ ഇപ്പൊ നോക്ക്, ഇന്ന് പല കസ്റ്റമേഴ്സും എല്ലാത്തിനും കൂടെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ടീമുകളാണ്. നമ്മൾ എന്തുകൊണ്ടാണ് ഹൈപ്പർ മാർക്കറ്റിൽ പോണേ? എന്തുകൊണ്ടാണ് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോണേ? ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാം കൂടെ ഒരു സ്ഥലത്ത് നിന്ന് കിട്ടുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ അവരെ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. കസ്റ്റമർക്കും കൺവീനിയന്റ് ആണ്, നമുക്കും കൺവീനിയന്റ് ആണ്. അതുകൊണ്ട് കസ്റ്റമർ കൺവീനിയൻസ് എന്ന് പറയുന്ന ഒരു സാധനം ഇവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഇപ്പൊ തന്നെ ഇരുന്ന് ആലോചിക്കണം, നമ്മളുടെ കസ്റ്റമേഴ്സിൽ ആർക്കൊക്കെ ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ കൊടുത്തിട്ടില്ല എന്ന് ഇവിടെ നിന്ന് തന്നെ നിങ്ങൾ ഒരു ലിസ്റ്റ് എടുക്കണം. അപ്പൊ എന്ത് സംഭവിക്കും? നിങ്ങളുടെ ഇൻകം കൂടും, നിങ്ങളുടെ കസ്റ്റമർക്ക് അസറ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളും കൂടെ വരും. ഇനി ഒരു ക്ലെയിം വാങ്ങിച്ചു കൊടുത്തു എന്ന് വിചാരിക്കാം.
ഹെൽത്ത് ഇൻഷുറൻസിൽ നിങ്ങൾ ഒരാൾക്ക് ഒരു ക്ലെയിം വാങ്ങിച്ചു കൊടുത്തു എന്ന് വിചാരിക്കാം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ധാരാളം റെക്കമെൻഡേഷൻസ് കിട്ടും. കാരണം ഈ ആശുപത്രിയിൽ കിടക്കുന്ന ആളുകളെ കാണാൻ ബന്ധുക്കൾ വരില്ലേ? ഹലോ, ഇപ്പൊ എന്തെങ്കിലും ഒരു അപകടമോ അസുഖമോ വന്നിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്ന് വിചാരിക്കാം. നമ്മളെ കാണാൻ ധാരാളം ആളുകളും ബന്ധുക്കളൊക്കെ വരും. അപ്പൊ ഈ ബന്ധുക്കൾ വന്നാൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇപ്പൊ ആശുപത്രിയിൽ എവിടെ പോയാലും ഫസ്റ്റ് ഹോസ്പിറ്റലുകാർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടോ എന്ന്. എന്തുകൊണ്ടാണ് അവർ ചോദിക്കുന്നതെന്ന് അറിയോ? ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇയാളുടെ കയ്യിൽ നിന്ന് പൈസ കിട്ടാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ പലപ്പോഴും ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴേ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ടോ എന്ന്. കാരണം ഹോസ്പിറ്റലുകാരെ എന്തിനാ അങ്ങനെ ചോദിക്കുന്നത്? കാരണം ഇയാൾക്ക് എന്തെങ്കിലും നല്ല ഇപ്പൊ ഒരു അപകടം പറ്റി ഹോസ്പിറ്റലിൽ വന്ന് നല്ല ബെറ്റർ ട്രീറ്റ്മെന്റ്, അന്നത്തെ ലോകത്തിലെ ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്താൽ പൈസ കിട്ടാനുള്ള സാധ്യത ഉണ്ടോ എന്ന് ഹോസ്പിറ്റലുകാർക്കും ഒരു ഡൗട്ടാണ്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മളെ ബന്ധുക്കൾ കാണാൻ വരുമ്പോഴും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് ഒക്കെ. അപ്പൊ പറയാണ്, രോഗി വളരെ ചിരിച്ചുകൊണ്ട് പറയാണ്, അത് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്, ബൈജു നോക്കിക്കോളൂ അല്ലെങ്കിൽ ഷെറീഫ് നോക്കിക്കോളൂ, ഹെൽത്ത് ഇൻഷുറൻസ് ഞങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോ, ഓ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടല്ലേ, അപ്പൊ അതെങ്ങനെയാ, എന്തൊക്കെ, ഏത് പ്ലാനാ എടുത്ത് ആശുപത്രിയിൽ നിന്ന് വിട്ട്. ഇപ്പൊ നോക്കൂ, നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വന്നാലും പിന്നെ ബന്ധുക്കൾ നമ്മളെ വിളിച്ചു ചോദിക്കുന്ന കാര്യം എന്താണെന്നറിയോ? അന്ന് ആശുപത്രി കിടന്നപ്പോ നിങ്ങൾ പറഞ്ഞില്ലേ ഈ ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ടായിരുന്നു, എത്ര പൈസ കിട്ടിയേ, എന്തെങ്കിലും കുറവുണ്ടായില്ല? ഞങ്ങൾക്ക് ഏകദേശം ഒരു 1.25 ലക്ഷം രൂപ ചെലവായി, ഒരു 10,000 രൂപയാണ് അതിൽ കിട്ടാതെ, ബാക്കി 1,20,000 നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസിൽ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് കിട്ടി എന്നുള്ളതാണ് പല ആളുകളും പറയുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഈ ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസർക്കുള്ള ഏറ്റവും വലിയൊരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ക്ലെയിം വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവരോട് റഫറൽ ചോദിക്കാം, അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ ചോദിക്കാം. 1-2 ക്ലെയിം വാങ്ങിച്ചു കൊടുത്ത സ്ഥലത്ത് നിന്ന് 10-15 പോളിസികൾ ചേർക്കുന്ന ധാരാളം ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസേഴ്സ് ഉണ്ട്. ഇപ്പൊ ഈസി ആയിട്ട് നേരെ മറിച്ച് ചിലപ്പോ ലൈഫ് ഇൻഷുറൻസിൽ അങ്ങനെ സംഭവിക്കണം എന്നില്ല. ലൈഫ് ഇൻഷുറൻസിൽ നമ്മൾ ഒരാളെ ചേർത്തു, അയാളോട് റഫറൽ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾ അത് ഇത്രയ്ക്കും ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടാതിരിക്കാൻ പ്രശ്നമില്ല. പക്ഷെ ഹെൽത്ത് ഇൻഷുറൻസിൽ നിങ്ങൾക്ക് റഫറലും റെക്കമെൻഡേഷൻ കിട്ടുന്നത് പോലെ ഒരിക്കലും മറ്റേ സ്ഥലത്ത് സാധ്യത കുറവാണെന്ന് ഞാൻ പറയും. ഇത് രണ്ടും ചെയ്യുന്ന ഒരാളായതുകൊണ്ട് കുറവാണെന്ന് ഞാൻ പറയും. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഒരു ക്ലെയിം വാങ്ങിച്ചു കൊടുത്ത ആളുകൾ നിങ്ങളെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ, റെഫർ ചെയ്യുന്നുണ്ടോ? അവിടെ നിന്ന് 3-4 പോളിസികൾ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഷെരീഫെ, എന്താണ് സംഭവിക്കുന്നത്? യെസ് ഓർ നോ? നിങ്ങൾക്ക് ധാരാളം റെഫറൽ റെക്കമെൻഡേഷൻ കിട്ടുന്നുണ്ട്. ചാറ്റ് ബോക്സ് യൂസ് ചെയ്തോളൂ. അപ്പോ ഈസി ടു ഗെറ്റ് റെക്കമെൻഡേഷൻസ് എന്ന് പറയുന്ന ഒരു സംഗതി അതിനകത്തുണ്ട്. അപ്പൊ നമുക്ക് വളരെ ലൈവായിട്ട് ഇതിനകത്ത് നിൽക്കാൻ പറ്റും. അതും ഹെൽത്ത് ഇൻഷുറൻസ് വിൽക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ്. ഇനി നോക്കിക്കോളൂ, സെയിം പെർസെന്റേജ് ഓഫ് കമ്മീഷൻ എവറി ഇയർ. ഏറ്റവും വലിയൊരു ഒരു ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസറെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ എന്ന് പറയുന്നത് എവറി ഇയർ സെയിം പെർസെന്റേജ് ഓഫ് കമ്മീഷൻ ആണ്, അല്ലേ? കമ്മീഷൻ ഒരിക്കലും ഫസ്റ്റ് ഇയർ കുറച്ച് ഇൻസെന്റീവ് മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കൂടുതൽ കിട്ടും. അത് സ്ലാബിനനുസരിച്ചൊക്കെ 45%, 50% വരെ. ചില പ്രോഡക്റ്റുകൾക്ക് അതിൽ ചെയ്യുകയാണെങ്കിൽ 50% വരെ കമ്മീഷൻ കൊടുക്കുന്ന കമ്പനികളുണ്ട്. ഇനി ഓരോ സ്ലാബിൽ 1 ലക്ഷം വരെ ഇത്ര, 2 ലക്ഷത്തിലാണെങ്കിൽ ഇത്ര, 3 ലക്ഷത്തിലാണെങ്കിൽ ഇത്ര, 4 ലക്ഷത്തിലാണെങ്കിൽ ഇത്ര പറഞ്ഞ് സ്ലാബ് വൈസ് കമ്മീഷൻ 40%, 45%, അതുപോലെ 50% വരെ കമ്മീഷൻ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികളുണ്ട് മാർക്കറ്റിൽ. അപ്പൊ ഇതൊരു അതൊക്കെ വിട്ടുകൊടുക്കുക. ഫ്രണ്ടിൽ കിട്ടുന്ന കമ്മീഷൻ മറ്റു കാര്യങ്ങളൊക്കെ വിട്ടുകൊടുക്കും. പക്ഷെ ഹെൽത്ത് ഇൻഷുറൻസിന്റെ കേസിൽ എവറി ഇയർ സെയിം പെർസെന്റേജ് ഓഫ് കമ്മീഷൻ ആണ്. ഓൾമോസ്റ്റ് ഒരു 15% കമ്മീഷൻ എല്ലാ വർഷവും ഹെൽത്ത് ഇൻഷുറൻസിനകത്ത് കിട്ടും. അതൊരു വലിയ അഡ്വാൻറ്റേജാ. കാരണം ഹെൽത്ത് ഇൻഷുറൻസിലാണെങ്കിൽ ലാപ്സേഷൻ വളരെ കുറവാണ്. ആളുകൾ അതിനെക്കുറിച്ച് അവയർനെസ് ആയതുകൊണ്ട് ഇപ്പൊ എന്റെയൊക്കെ ഏകദേശം ഒരു 100% റിന്യൂവലാ ഓരോ വർഷവും വരുന്നത്. നമ്മുടെ എല്ലാ കസ്റ്റമേഴ്സും വളരെ റയർ കേസിലാണ് 1-2 ആളുകൾ ചിലപ്പോൾ എന്തെങ്കിലും അവർക്ക് ഏജ് സ്ലാബ് അനുസരിച്ച് പ്രീമിയം കൂടി എന്നൊക്കെ പറഞ്ഞ് പോർട്ട് ചെയ്ത് പോകുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിലും റയർ ആണ്. അവർ ഹെൽത്ത് ഇൻഷുറൻസ് അവിടെ വിടുന്നില്ല, അവർ അടുത്ത കമ്പനിയിലേക്ക് പ്രീമിയം കുറവ് നോക്കി പോകുന്ന ആളുകളേ ഉള്ളൂ, റിന്യൂ ചെയ്യാത്ത ആളുകളില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളൊരു നല്ല ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഒരു പ്രീമിയം ഓരോ വർഷം ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഈ മാസം, അതായത് 2024 ഡിസംബർ മാസം ഞാനൊരു 1 lakh പ്രീമിയം ചെയ്തു. അതിന്റെ ഒരു കമ്മീഷൻ ഞാൻ എൻജോയ് ചെയ്തു. അടുത്ത ഡിസംബർ വരുമ്പോൾ ഞാനൊരു 1 lakh കൂടെ ചെയ്താൽ ഈ വർഷത്തെ റിന്യൂവലിന്റെ 15%, അടുത്ത വർഷം ചെയ്യുന്ന പുതിയ പോളിസിയുടെ പെർസെന്റേജും കൂടി ഇത് വളരെ അധികം ഇങ്ങനെ ഒരു 5 വർഷമൊക്കെ നമ്മൾ എവറി മന്ത് 1 lakh വെച്ചിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം എല്ലാം വളരെ ഈസിയാണ്. അടുത്തൊരു 5 year എവറി മന്ത് 1 lakh വെച്ചിട്ട് പ്രീമിയം ചെയ്യുകയാണെങ്കിൽ
നമ്മൾ ഒരു 5 വർഷം കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന റിന്യൂവൽ കമ്മീഷൻ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു റെസിജ്വൽ കമ്മീഷൻ അല്ലെങ്കിൽ പാസീവ് ഇൻകം എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. അപ്പൊ ഈ ഒരു കാരണങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ നോക്കൂ, LIC ഹെൽത്ത് ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിലേക്ക് പ്രവേശിക്കാൻ പോകണമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലെ. ഒരു കമ്പനി ആ വിന്റർ സീസണിൽ കോമ്പോസിറ്റ് ലൈസൻസ് വരുമ്പോൾ ഒരു സെപ്പറേറ്റ് ഒരു സിസ്റ്റർ കൺസേൺ ആയിട്ട് LIC ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയെ ടേക്കപ്പ് ചെയ്യാൻ പോകുന്നുണ്ട്. അത് എല്ലാവരും ന്യൂസ് അറിഞ്ഞിട്ടുണ്ടാവും. എന്തുകൊണ്ടാ? കാരണം ഹെൽത്ത് ഇൻഷുറൻസ് അത്രയ്ക്ക് മാർക്കറ്റ് ഉണ്ട്. ഹെൽത്ത് ഇൻഷുറൻസിൽ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന ഏജൻസിനെ സംബന്ധിച്ച് വലിയ വലിയ ഇൻസെന്റീവ്സും വലിയ വലിയ സംഗതിയൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ രണ്ടും കൂടെ നമുക്ക് ഒരുമിച്ച് എൻജോയ് ചെയ്യാൻ പറ്റും. സെയിം പെർസെന്റേജ് ഓഫ് കമ്മീഷൻ എവറി ഇയർ കിട്ടും. അപ്പൊ ഇതൊരു വലിയ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. സെക്കൻഡ് ഇയർ പോണ സമയത്ത് കമ്മീഷൻ കുറഞ്ഞു എന്നുള്ള സംഗതി ഇല്ല. ഒരു 10-30 ഇപ്പൊ നോക്ക്, ഇപ്പൊ ആളുകൾ കോടികളുടെ ഇൻഷുറൻസ് ഒക്കെ എടുക്കുന്നത്. പണ്ടൊക്കെ ഞാനൊക്കെ ഹെൽത്ത് ഇൻഷുറൻസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കൃഷ്ണൻകുട്ടി സാറേ 1 lakh ഒക്കെയാ സം അഷ്യൂർഡ് ഒരു ഫാമിലിക്ക്. പക്ഷെ ഇപ്പോ നോക്കൂ, പല പല കമ്പനികൾക്ക് 1 കോടി 2 കോടിയുടെ ഒക്കെ പ്ലാനുകളാ ധാരാളം ആളുകൾ എടുക്കുന്നുണ്ട് എന്ന് മാത്രമല്ല 3 വർഷം 5 വർഷം ഒരുമിച്ച് അടയ്ക്കാൻ പോലും ആളുകൾ തയ്യാറാവുന്നുണ്ട് എന്നുള്ളതാണ്. 3 വർഷത്തെ പോളിസി, 5 വർഷത്തെ പോളിസി ഹെൽത്ത് ഇൻഷുറൻസിൽ. അതൊരു വലിയ മാർക്കറ്റിൽ നമ്മൾ കാണുന്ന ഒരു വലിയ സംഗതി, ഓപ്പർച്യൂണിറ്റിയാണ്. സ്ഥിരമായിട്ട് 3 കൊല്ലത്തെയും 5 വർഷത്തെയും പോളിസി വിൽക്കുന്ന ഒരു ഏജൻസ് ഒക്കെ ഞങ്ങളുടെ ബ്രാഞ്ചിലുണ്ട്. അതൊക്കെ വലിയൊരു സംഗതിയാണ്. അതിനകത്ത് 45% 50% വരെ കമ്മീഷനും കൊടുക്കുന്നുണ്ട്, കസ്റ്റമർക്ക് ക്ലെയിമും കൊടുക്കുന്നു, ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. എല്ലാ വർഷവും കമ്മീഷൻ കുറഞ്ഞു പോകുന്നുള്ള ഒരു ചിന്ത വേണ്ട. കുറച്ചൊക്കെ പണിയെടുക്കണം, പക്ഷെ അത് വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് ചെയ്യാൻ പറ്റും. ആളുകൾക്കൊക്കെ ക്ലെയിം ഒക്കെ വാങ്ങിക്കൊടുക്കുന്ന സമയത്ത് ഈ കാര്യങ്ങൾ സെയിം പെർസെന്റേജ് ഓഫ് കമ്മീഷൻ എന്ന് പറയുന്നതും നിങ്ങളുടെ ഇൻകം താഴേക്ക് പോവില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്. പ്രീമിയത്തിലും ഡിസ്കൗണ്ട് ഉണ്ട്. 5 വർഷത്തെ പ്രീമിയം ഒക്കെ ഒന്നിച്ചെടുക്കുന്ന സമയത്ത് പ്രീമിയത്തിൽ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. കസ്റ്റമർക്കും ബെനിഫിറ്റ് ആണ്, നമുക്കും ബെനിഫിറ്റ് ആണ് അല്ലെ. ഇനി അടുത്ത ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്നറിയോ? ഇപ്പൊ ഞാനൊക്കെ പലപ്പോഴും ലൈഫ് ഇൻഷുറൻസ് പോളിസികൾ കൺവേർട്ട് ചെയ്യുന്നത് ഈസി ടു ഗെറ്റ് ഫാമിലി ഡീറ്റെയിൽസ്. ഇപ്പൊ നോക്കൂ, ഒരു ഫാമിലി ഫ്ലോട്ടർ പോളിസി നമ്മൾ ഒരു കസ്റ്റമർക്ക് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അവിടെ ഫാമിലിയുടെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. ഡേറ്റ് ഓഫ് ബർത്തും മറ്റു കാര്യങ്ങളും എല്ലാ സാധനവും കിട്ടും. അപ്പൊ ലൈഫ് ഇൻഷുറൻസ് പറയുന്ന സമയത്ത് ചിലപ്പോൾ ലൈഫ് ഇൻഷുറൻസ് പറയാതെയാണ് അപ്പോയിന്റ്മെന്റ് എടുക്കുക. ഹെൽത്ത് ഇൻഷുറൻസ് മാത്രം പിച്ച് ചെയ്തിട്ട് അപ്പോയിന്റ്മെന്റ് എടുക്കുക. അങ്ങനെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും കുട്ടിക്ക് 2 വയസ്സാണ്, ഇല്ലെങ്കിൽ വേറൊരു മോന് അവർക്ക് 34 വയസ്സാണ്, 35 വയസ്സാണ്, ജോലിയൊക്കെ മനസ്സിലാവും. ഇത് എവിടെ കൊണ്ട് നമുക്ക് പിച്ച് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നോക്കൂ, നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് ഒരു ഫാമിലിയെ ഫ്ലോട്ടർ പോളിസി ചേർത്തി, അവിടെ ഒരു കുട്ടി 1 വയസ്സോ 2 വയസ്സേ ആയിട്ടുള്ളൂ, അയാൾ ഒരു പ്രൈവറ്റ് ഫേമിലാണ് വർക്ക് ചെയ്യുന്നത്, അയാൾക്ക് ഒരു 38 വയസ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പിന്നെ കുട്ടികളുടെ ചൈൽഡ് പ്ലാനും അതുപോലെ തന്നെ നമുക്ക് റിട്ടയർമെന്റ് പ്ലാനിങ് ഒക്കെ ഈസി ആയിട്ട് പിച്ച് ചെയ്യാൻ പറ്റും. നോക്കൂ സാർ, സാറിന് 36 വയസ്സായി, സാറിന്റെ കുട്ടിക്ക് ഇപ്പൊ 2 വയസ്സായി, സാറ് പിന്നെ ഏകദേശം കുട്ടിക്ക് 18 വയസ്സാവുന്ന സമയത്ത് സാറിന് ഇത്ര വയസ്സാവും എന്നൊക്കെ പറഞ്ഞ ആ ഫാമിലി ഡീറ്റെയിൽസ് വെച്ച് കറക്റ്റ് ആയിട്ടുള്ള ഒരു വിഷ്വലൈസേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ പറ്റും എന്നുള്ളത്. ഈസി ടു ഗെറ്റ് ഫാമിലി ഡീറ്റെയിൽസ്. അപ്പൊ നമുക്ക് അത് വെച്ചിട്ട് ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ അടുത്തൊരു പ്രോഡക്റ്റ് നമുക്ക് ലൈഫ് ഇൻഷുറൻസിലേക്ക് ഈ കസ്റ്റമറെ ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഞാനൊക്കെ അങ്ങനെ ധാരാളം പോളിസികൾ ചെയ്തിട്ടുണ്ട്. ഹെൽത്ത് ഇൻഷുറൻസ് കൊടുത്തുകൊണ്ട് പിന്നെയാണ് നമ്മൾ ലൈഫ് ഇൻഷുറൻസിലേക്ക് ആളുകളെ ഈ പറയുന്ന മാപ്പ് ഓഫ് ലൈഫ് ഒക്കെ കാണിച്ചുകൊണ്ട് ചെയ്യുന്നത്. അപ്പൊ ഈസി ടു ഗെറ്റ് ഫാമിലി ഡീറ്റെയിൽസ് എന്നുള്ളതാണ് നെക്സ്റ്റ് ഉള്ള ഒരു സാധനം. ഇനി അടുത്ത എന്താ? അസറ്റ് പ്രൊട്ടക്ഷൻ ടൂൾ. ഞാൻ ആദ്യമേ പറഞ്ഞു, ആദ്യമേ ഞാൻ പറഞ്ഞൊരു പോയിന്റ്, അതായത് സ്വത്ത് സംരക്ഷിക്കുന്നതിനേക്കാൾ ഉണ്ടാക്കി വെച്ച സ്വത്തിന്. അപ്പൊ നമുക്ക് ഇതൊരു അസറ്റ് പ്രൊട്ടക്ഷൻ ടൂൾ ആണ് അല്ലെ. അസറ്റിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഘടകം. അപ്പൊ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ലൈഫ് ഇൻഷുറൻസ് കസ്റ്റമേഴ്സിനോട് നമ്മൾ പറയണം, ഇന്ന് പല ആളുകളുടെയും സമ്പത്ത് ചോർന്നു പോകുന്നത് ആശുപത്രിയിൽ പൈസ കൊടുത്തു. ഇപ്പൊ നോക്ക്, നോർമൽ എന്തെങ്കിലുമൊക്കെ ഒരു അസുഖം വരികയാണെങ്കിൽ വലിയ പ്രശ്നമില്ല. പക്ഷെ ഹെവി വെഹിക്കിൾ ആക്സിഡന്റ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ വിചാരിക്കാത്ത അത്ര ഭയങ്കരമായ പൈസയാണ് ആളുകൾക്ക് ചെലവ്. ഇപ്പൊ നോക്ക്, നമ്മൾ റീസെന്റ് ആയിട്ട് എന്താ കേൾക്കുന്നത് ഏറ്റവും കൂടുതൽ? ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്നെ ഞെട്ടിച്ച ഒരു ന്യൂസ്, എല്ലാവരും ഞെട്ടിയിട്ടുണ്ടാവും. മൈസൂരിൽ ഒരു ഫാമിലി ബാംഗ്ലൂർ വെച്ചിട്ട് ഒരു ആക്സിഡന്റ്. വോൾവോ കാറിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വോൾവോ കാർ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ ആളുകൾ ആഗ്രഹിക്കുന്ന ആളുകൾ വാങ്ങിക്കും, ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ. കാരണം ഈ വോൾവോ കാർ അങ്ങനെ ആക്സിഡന്റ് ഒക്കെ ആയിട്ട് അതിലുള്ള ആളുകൾക്ക് പരിക്ക് പറ്റി എന്നൊക്കെ കേൾക്കുന്നത് വളരെ റയർ ആണ്. പക്ഷെ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ ഉണ്ടായ ഒരു സംഭവം എന്താണെന്നറിയോ? ഒരു കണ്ടെയ്നർ ലോറി വോൾവോ കാറിന്റെ മേലെ മറിഞ്ഞ് ഒരു ഫാമിലിയിൽ 6 പേരാ ഡെത്ത് ആയത്. അത് പിന്നെ എല്ലാവരും ഡെത്ത് ആയതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ ഹെവി വെഹിക്കിൾ ആക്സിഡന്റ് വരുന്ന സമയത്ത് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു എന്റെ ഫാമിലി തന്നെ, എന്റെ കുടുംബത്തിലുള്ള ഒരു ഏട്ടന് ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ട് എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരൊറ്റ കിടപ്പിൽ 27 ലക്ഷം രൂപയാണ് ചെലവായത്. ഞാൻ 5 ലക്ഷത്തിന്റെ ഹെൽത്ത് ഇൻഷുറൻസ് കൊടുത്തിരുന്നുള്ളൂ. ക്ലെയിം ഒന്നും വാങ്ങാതെ ഏകദേശം ഒരു 9.5 ലക്ഷം രൂപ അതിനകത്ത്
ബോണസുമായിട്ട് വന്നിരുന്നു. പക്ഷെ ഞാൻ ഹെൽത്ത് ഇൻഷുറൻസ് കൊടുക്കുമ്പോൾ ഒരു 2-3 വർഷം കഴിയുമ്പോഴൊക്കെ കസ്റ്റമറോട് ഒന്ന് റിവ്യൂ ചെയ്യാൻ പറയും, ടോപ്പ് അപ്പ് ഒക്കെ എടുക്കാൻ പറയും. പക്ഷെ ആ ഏട്ടൻ എന്നോട് രസകരമായിട്ട് പറഞ്ഞ കാര്യം, ബൈജു എനിക്ക് 5 ലക്ഷം രൂപയുടെ അസുഖം വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ചിലർ അങ്ങനെയും പറയും, നമുക്കൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് 5 ലക്ഷം രൂപയുടെ അസുഖം വരുള്ളൂ, വേറെ പ്രശ്നം. പക്ഷെ ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായി, ഹെൽമെറ്റിന്റെ മറ്റേ ആ സാധനമില്ല, ചിൻ ബെൽറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഹെൽമെറ്റ് വെച്ചിരുന്നു, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഈസ് നോട്ട് ലോക്ക് ദ ചിൻ ബെൽറ്റ്. തെറിച്ചുപോയി, റോഡിൽ അടിച്ച് അങ്ങനെ വീണു. ഏകദേശം 27 ലക്ഷം രൂപ ചെലവായി. നമ്മൾ 9.25 ലക്ഷം രൂപ ഇൻഷുറൻസ് കമ്പനി കൊടുത്തു. ഏകദേശം 2 വർഷവും 8 മാസവും കോമ സ്റ്റേജിൽ കിടന്നു. എന്നിട്ടാണ് ആള് 2 മാസം മുമ്പ് ഡെത്തായി. നമ്മൾ ഡിസബിലിറ്റി ബെനിഫിറ്റ് കൊടുത്തു, ക്ലെയിം സെറ്റിൽമെന്റ് കഴിഞ്ഞു, എല്ലാം ചെയ്തു. പക്ഷെ നമ്മൾ സഫീഷ്യന്റ് ആയിട്ടുള്ള, ഇപ്പൊ നമുക്ക് ടോപ്പ് അപ്പ് പോളിസികളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അസറ്റ് പ്രൊട്ടക്ഷൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. എങ്ങനെയാ ഒരു സാധാരണ ഫാമിലി 27-28 ലക്ഷം ഒക്കെ ഉണ്ടാക്കും? എന്തൊക്കെയോ അവർ ചെയ്ത് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. പക്ഷെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പ്ലാറ്റ്ഫോമിൽ ആർക്കെങ്കിലും സഫീഷ്യന്റ് ആയിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ നാളെ തന്നെ നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു. കാരണം നമുക്കില്ലാത്ത ഒരു സാധനം ആത്മവിശ്വാസത്തോടു കൂടി അടുത്ത ആളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. എന്റെ ക്ലാസ്സിൽ സ്ഥിരമായിട്ട് വരുന്ന ഒരു ചേച്ചി, ഒരു പ്രാവശ്യം അവർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബൈജു മോൻ ആക്സിഡന്റ് ആയി, പക്ഷെ വീട് പണീന്റെ തിരക്കിനകത്ത് ഹെൽത്ത് ഇൻഷുറൻസ് അടച്ചില്ല. 2, 3, 4 കൊല്ലം കൊണ്ടു നടന്ന ഹെൽത്ത് ഇൻഷുറൻസ് എന്ത് ചെയ്തില്ല, വീട് പണിയും മറ്റു കാര്യങ്ങളും കുട്ടികളുടെ പഠനമൊക്കെ വന്നപ്പോ അടച്ചു. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഡേഞ്ചർ എന്ന് പറയുന്നത് നമ്മുടെ മക്കളാ. ഇപ്പൊ നമുക്കൊക്കെ ഒരു വണ്ടി കൊണ്ടുപോകുന്നതിനും ഓടിക്കുന്നതിനും ഒക്കെ നമുക്കൊരു ഇതൊക്കെ ഉണ്ടാവും അല്ലെ, ഒരു കൺട്രോൾ ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇന്ന് നിങ്ങൾ കേൾക്കുന്ന ആക്സിഡൻസ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഏറ്റവും കൂടുതൽ ആക്സിഡൻസ് ഉണ്ടാക്കുന്ന ആൾക്കാർ ആരാ? അത് ഡോക്ടറിന് പഠിക്കാൻ പോയ ആൾക്കാരായിക്കോട്ടെ, PGക്ക് പഠിക്കാൻ പോയ ആൾക്കാരായിക്കോട്ടെ. അപ്പോ കുട്ടികളുടെ ഇപ്പൊ ചില ആളുകൾ നമ്മളോട് പറയാറുണ്ട്, എന്ത്, മക്കൾക്കൊന്നും പോളിസി ഒന്നും വേണ്ട, മക്കൾക്കൊന്നും കോംപ്രിഹെൻസീവ് പോളിസിക്ക് ഡെത്ത് കവർ ഉണ്ടോ? ശരിയാണ്. അപ്പൊ മക്കൾക്കൊന്നും പോളിസി വേണ്ട, എനിക്ക് മാത്രം മതി. പക്ഷെ എപ്പോഴും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം എന്താ, നിങ്ങളുടെ വരുമാനത്തെ ഡിപ്പെൻഡ് ചെയ്ത്, നിങ്ങളുടെ വരുമാനത്തെ ആശ്രയിച്ച് നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയും എന്തെടുത്തോണം, ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തോണം. ലൈഫ് ഇൻഷുറൻസ് ചിലപ്പോൾ കുഴപ്പമില്ല, പക്ഷെ ഈ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് യു ആൻഡ് യുവർ ഡിപ്പെൻഡന്റ് ഫാമിലി എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് ഈ അസറ്റ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഇത് ഞാൻ വീണ്ടും ഏറ്റവും കൂടുതൽ ചിലപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ചായിരിക്കും ഇന്ന് പറഞ്ഞിട്ടുണ്ടാവുക. അപ്പൊ ഡെഫിനറ്റ് ആയിട്ടും സഫീഷ്യന്റ് ആയിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെച്ചിട്ടില്ലാത്ത ആളുകൾ എന്ത് ചെയ്തോണം, നാളെ തന്നെ, അത് നിങ്ങൾ ഏത് കമ്പനിയിൽ നിന്ന് എടുത്താലും കുഴപ്പമില്ല, പക്ഷെ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം. ഇനി ചെറിയ സം അഷ്യൂർഡാണ് എടുത്തു വെച്ചിട്ടുള്ളവർ എന്ത് ചെയ്തോണം, അതിനെ ഒന്ന് ടോപ്പ് അപ്പ് ചെയ്തോണം. ബേസിക് പ്ലാൻ അത് വെച്ചിട്ട് ടോപ്പ് അപ്പ് ചെയ്യാം, അല്ലെങ്കിൽ സം അഷ്യൂർഡ് ഇൻക്രീസ് ചെയ്യാം. കാരണം എന്തെങ്കിലും ഒരു ക്ലെയിം വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കമ്പനി അതിന് അനുവദിക്കില്ല. ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത് പോലെ തന്നെ കസ്റ്റമേഴ്സിനോടും പറയണം. അസറ്റ് പ്രൊട്ടക്ഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ഉണ്ട്. ഇല്ല, ഇപ്പൊ ഞാൻ പറയട്ടെ വിശ്വനാഥൻ സാറേ, ഇപ്പൊ പല ആളുകളും നോക്കൂ, ഇപ്പൊ എന്നോട് കസ്റ്റമേഴ്സ് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ബൈജു ഹെൽത്ത് ഇൻഷുറൻസിൽ ക്ലെയിം ഒക്കെ കിട്ടുമെന്ന്. പലരും ഇപ്പൊ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് ആളുകളെ ക്യാൻവാസ് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റൻ ഇതാണ്. കാരണം പല പല വാർത്തകളും വരുന്നുണ്ട്, പല പല കാര്യങ്ങളും വരുന്നുണ്ട്, എല്ലാവരുടെയും ക്ലെയിമുമായി ബന്ധപ്പെട്ട ഇഷ്യൂ ഉണ്ട്. അതെല്ലാ കമ്പനിക്കും ഉണ്ട്, ഒരു പ്രത്യേക കമ്പനിക്ക് മാത്രമല്ല. അതിനൊരു പ്രധാന കാരണമുണ്ട്. നോക്കൂ, ആളുകൾ ഹെൽത്ത് ഇൻഷുറൻസ് എപ്പോഴാണ് എടുക്കാൻ വരുന്നത്? നിങ്ങൾ തന്നെ നോക്കിക്കോളൂ. നിങ്ങൾക്ക് വരുന്ന എൻക്വയറീസിൽ ആളുകൾ എപ്പോഴാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ വരുന്നത്? നല്ല ഹെൽത്ത് ഉള്ളുമ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ വരുന്ന എത്ര ആളുകളുണ്ട്? ഇപ്പൊ ഞാൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഡയലോഗ് ഉണ്ട്, നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യസ്ഥിതിയെ കുറിച്ച് എന്നോട് സത്യസന്ധമായി പറയുകയും ഞാൻ അതെന്റെ കമ്പനിയെ കൃത്യമായിട്ട് അറിയിക്കുകയും ചെയ്താൽ ക്ലെയിം കിട്ടും. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഇപ്പൊ നോക്ക്, ലാസ്റ്റ് മന്ത് എനിക്ക് ഒരു 6 ക്ലെയിം വന്നു. ഇന്ത്യയിലെ നമ്പർ 1 ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്യുന്നു. 6 ക്ലെയിം വന്നു. 5 ക്ലെയിമും കമ്പനി സെറ്റിൽ ചെയ്തു. ഒരു ക്ലെയിം കമ്പനി കൊടുത്തില്ല. റീസൺ എന്തായിരുന്നു എന്നറിയോ? അയാൾക്ക് ഒരു അസുഖം ഉണ്ടായിരുന്നു, അയാൾ മറച്ചു വെച്ചു. പക്ഷെ അയാളുടെ ഡോക്ടർ ഡിസ്ചാർജ് സമ്മറിയിൽ കൃത്യമായിട്ട് എഴുതി വെച്ചു 2015 മുതൽ ഈ അസുഖമുണ്ട്. എങ്ങനെ ക്ലെയിം കിട്ടുക? അവർ ഭയങ്കരമായിട്ട് എൻ്റെ അടുത്ത് വയലന്റായി സംസാരിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്ത് ഹിസ്റ്ററി എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലെയിമിൽ ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുന്നില്ല എന്നൊന്നും പറയുന്നില്ല. കാരണം കോവിഡ് പോലുള്ള ഒരു പാൻഡമിക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ കോവിഡ് സമയത്ത് ധാരാളം ക്ലെയിമുകളൊക്കെ കൊടുത്തപ്പോ ചില കമ്പനികൾക്ക് അങ്ങനെയുള്ള ചെറിയ ചെറിയ ക്ലെയിം റേഷ്യോ കൂടിയതിന്റെ ഭാഗമായിട്ട്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്നെപ്പോലുള്ള ഏജൻസി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ നല്ല കാലത്ത് നിങ്ങൾക്ക് ധാരാളം ക്ലെയിമുകൾ തന്ന കമ്പനി എന്തെങ്കിലും ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ വെക്കുമ്പോൾ എന്താണോ നമുക്ക് ക്ലെയിം കിട്ടി അതിന് ഈക്വൽ ആയിട്ടുള്ള പുതിയ പോളിസികൾ ചേർത്തി കൊടുക്കുക. വെരി സിമ്പിൾ.
കാരണം കമ്പനിക്ക് എങ്ങനെ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, അടുത്ത പോയിന്റ് അതാ. കാരണം ഈ നോക്കൂ, ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് മദർ തെരേസ പറഞ്ഞതുപോലെ ഹെൽപ്പിംഗ് ഹാൻഡ്സ് ആർ ഹോളിയർ ദാൻ പ്രേയിങ് ലിപ്സ്. എന്താണ്? പ്രാർത്ഥിക്കുന്ന ചുണ്ടുകളേക്കാൾ ബെറ്റർ എന്ന് പറയുന്നത് സഹായിക്കുന്ന കരങ്ങളാണെന്ന് പറയും. കാരണം സോഷ്യൽ സർവീസും കൂടെയാ. ഹെൽപ്പിംഗ് ഹാൻഡ്സ് ആർ ഹോളിയർ ദാൻ പ്രേയിങ് ലിപ്സ്. മദർ തെരേസ പറഞ്ഞ ഫേമസ് ആയിട്ടുള്ള ഒരു വേർഡാണ്. ഒരു 10,000-20,000 അടച്ചിട്ട് ഏതൊരു കമ്പനിക്ക് 5 ലക്ഷം ക്ലെയിം കൊടുക്കുക, 10 ലക്ഷം ക്ലെയിം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈസി അല്ല. വരാത്തവരിൽ നിന്ന് എടുത്ത് വന്നവർക്ക് കൊടുക്കല ഹെൽത്ത് ഇൻഷുറൻസ്. ഇൻഷുറൻസ് എല്ലാം അങ്ങനെയാണ്. ഹെൽത്ത് ഇൻഷുറൻസ് മാത്രമല്ല, വരാത്തവരിൽ നിന്ന് എടുത്ത് വന്നവർക്ക് കൊടുക്കല. അപ്പൊ അതുകൊണ്ട് ഇതൊരു ചാരിറ്റി ആയിട്ട് കണക്കാക്കുക, കുഴപ്പമില്ല, നമുക്കൊരു ചാരിറ്റി ആക്ടിവിറ്റീസ് പോലെ. അപ്പൊ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കസ്റ്റമറുടെ ഹെൽത്തിനെ കുറിച്ച് നന്നായിട്ട് ചോദിക്കുക, അവരുടെ ഡോക്ടേഴ്സ് അറിയുന്ന കാര്യങ്ങളെ കുറിച്ച് നന്നായി. പിന്നെ എല്ലാ സ്ഥലത്തും ചെറിയ ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്, ഇല്ലാന്നൊന്നും പറയുന്നില്ല. പക്ഷെ നമുക്ക് നല്ല കാലങ്ങളിൽ നല്ല രീതിക്ക് ക്ലെയിം സെറ്റിൽ ചെയ്ത കമ്പനിയുടെ കൂടെയാണ് നിങ്ങൾ വർക്ക് ചെയ്തതെങ്കിൽ, പാൻഡമിക് പോലുള്ള ഒരു സിറ്റുവേഷൻ ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടന്റും ഒരു ഫിനാൻഷ്യൽ പിന്നെ ഓതറും ഏത് പുസ്തകത്തിലും പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം വരുന്ന പുസ്തകങ്ങളിലൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നത്. അപ്പൊ നിങ്ങളുടെ കസ്റ്റമർക്ക് ഒരു 2 ലക്ഷം 3 ലക്ഷം ക്ലെയിം ഒരു കമ്പനി കൊടുത്തുവെങ്കിൽ അതിന് ഈക്വൽ ആയിട്ടുള്ള ആ കസ്റ്റമറിൽ നിന്ന് തന്നെ 10-15 പേരുടെ റെക്കമെൻഡേഷൻ വാങ്ങിയിട്ട് വീണ്ടും പുതിയ പ്രീമിയം കൊടുത്താൽ മതി. വേറെ പ്രശ്നമൊന്നുമില്ല ഇതിനകത്ത്. എല്ലാ കമ്പനികളും IRDA ഒക്കെ ഭയങ്കര സ്ട്രോങ് ആണ്, ഓംബുഡ്സ്മാൻ ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ മാർക്കറ്റിൽ നടക്കുന്നുണ്ട്. ഇത് കമ്പനികളുടെ മാത്രം പ്രശ്നമല്ല. പിന്നെ പല ഇഷ്യൂ, അതിനെക്കുറിച്ച് ഞാൻ കടക്കുന്നില്ല. അത് പല രീതിയിൽ ആ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് വിൽക്കണം എന്ന് പറയുമ്പോൾ അതിന്റെ ഏറ്റവും ഫൈനൽ പോയിന്റ് ഞാൻ പറയാന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സോഷ്യൽ സർവീസ്. നമുക്ക് ആളുകളെ സഹായിക്കാൻ കഴിയുന്ന ഇതിന് മേലുള്ള വേറൊരു ടൂൾ ഇല്ല. മദർ തെരേസ പറഞ്ഞ വാക്ക് വളരെ വാലിഡ് ആണ്. ഹെൽപ്പിംഗ് ഹാൻഡ്സ് ആർ ഹോളിയർ ദാൻ, പ്രാർത്ഥിക്കുന്ന ചുണ്ടുകളേക്കാൾ സഹായിക്കുന്ന കരങ്ങളാണ് ആവശ്യം എന്ന് പറയില്ലേ. നമ്മളുടെ ചുറ്റുവട്ടത്ത് ധാരാളം ആളുകൾ, വർഷത്തിൽ ഒരു 10,000-20,000 രൂപ മുടക്കാൻ പറ്റുന്ന ആളുകൾ ധാരാളമുണ്ട്. പക്ഷെ നമ്മൾ ഒരു ചാലഞ്ച് ഏറ്റെടുത്തിട്ട് ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് മാറി ലൈഫ് ഇൻഷുറൻസ് വിൽക്കുന്ന ആ ഒരു ഈസി മെന്റാലിറ്റിയിൽ നിന്നൊക്കെ മാറി നമ്മളുടെ ചുറ്റുവട്ടത്തുള്ള ആളുകളെ സഹായിക്കണം എന്നുള്ള ഒരു മെന്റാലിറ്റിയിലും കൂടെ നമ്മൾ എന്ത് ചെയ്തോണം? ഹെൽത്ത് ഇൻഷുറൻസ് വിൽപ്പനയ്ക്ക് ഡിയർ ഫ്രണ്ട്സ്, ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ നിങ്ങൾ ഇറങ്ങിത്തിരിക്കണമെന്നാണ് ഞാൻ പറയാം. കാരണം എന്തുകൊണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് വിൽക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു 10ഓളം പോയിന്റ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. സോഷ്യൽ സർവീസ് ആണ്, അസറ്റ് പ്രൊട്ടക്ഷൻ ആണ്, ഈസി ടു ഗെറ്റ് ഫാമിലി ഡീറ്റെയിൽസ്, same percentage of commission every year, easy to get recommendation, customer convenience, increase earning potential, enhance client relationship, cross-selling and upselling product, easy to get appointment. അപ്പൊ ഇതില് നമുക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്, കസ്റ്റമർക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കും ബെനിഫിറ്റ്, കാരണം ഇതൊരു വിൻ വിൻ സിറ്റുവേഷനാണ്. കാരണം ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ ആളുകൾക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് എ വിൻ വിൻ സിറ്റുവേഷൻ. അപ്പൊ നമ്മളും വിജയിക്കണം നമ്മളുടെ ചുറ്റുവട്ടത്ത്. കാരണം ഞാൻ എപ്പോഴും പറയാറുള്ളത്, വി ആർ ഇൻ ദ സെല്ലേഴ്സ് മാർക്കറ്റ്. നമ്മൾ അങ്ങോട്ട് പോയി ചോദിച്ചാലേ കിട്ടൂ. ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ ഒരു പരിധി വരെ നിങ്ങൾക്ക് ഇങ്ങോട്ട് ചോദിച്ചു വരുന്ന ധാരാളം ആളുകൾ ഉണ്ടാവും. ഇങ്ങോട്ട് ചോദിച്ചു വരുന്ന ആളുകളെ ഒന്ന് ശ്രദ്ധിക്കുകയും വേണം കേട്ടോ. അയ്യോ, ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു വന്നു, വളരെ പെട്ടെന്ന് അയാൾ പൈസയൊക്കെ റെഡിയാണ്, തരാനൊക്കെ റെഡിയാണ്, എന്റെ മേശപ്പുറത്ത് 30,000 രൂപ വെച്ചിട്ട് ഒരാൾ വന്ന് സംസാരിച്ച്, ബൈജു ഞാൻ റെഡിയാണ്, ഹെൽത്ത് ഇൻഷുറൻസ് ഇപ്പൊ തന്നെ വേണം. നോക്കിയപ്പോ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂപ്പര് അമലിയിൽ ഒരു ടെസ്റ്റ് ഒക്കെ പോയി എടുത്തപ്പോ ക്യാൻസർ ഡിറ്റക്ട് ചെയ്തിരിക്കുക. ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ വന്നിരിക്കുകയാണ്. പിന്നെ ഒരാൾ വന്നിട്ട് പറഞ്ഞു ഹെൽത്ത് ഇൻഷുറൻസ് അത്യാവശ്യമായിട്ട് വേണം. അപ്പൊ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞു, മറ്റന്നാ വൈഫിന് യൂട്രസ് റിമൂവ് ചെയ്യാൻ പോവാണെന്ന്. അപ്പൊ അങ്ങനെയാണ് ആളുകൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ വരുന്നത്. അപ്പൊ ഞാൻ കസ്റ്റമറോട് പറഞ്ഞ ഒറ്റ കാര്യമുണ്ട്, അങ്ങനെയാണെങ്കിൽ സാറേ ആശുപത്രിയിൽ പന്തലിട്ടിരുന്നാ പോരെ. നമ്മൾ പണ്ട് ഐഡിയയുടെ ഒക്കെ സിം വിൽക്കുന്നത് പോലെ പ്രശസ്തമായ ഹോസ്പിറ്റലിന്റെ മുമ്പിൽ മാരുതി കാറൊക്കെ വിൽക്കുന്ന പോലെ ഒരു പന്തലിട്ടിട്ട് ആളുകളെ ചേർക്കുക, അങ്ങോട്ട് വിട്ടാ പോരെ. നല്ല ആരോഗ്യമുള്ള സമയത്ത് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തോണം, ആരോഗ്യമില്ലാത്ത സമയത്ത് ട്രീറ്റ് ചെയ്യാന്നുള്ളതാ. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കുറെ കാര്യങ്ങൾ, ഹെൽത്ത് ഇൻഷുറൻസിന്റെ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇവിടെ നമ്മൾ അനൗൺസ് ചെയ്യുന്ന വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ നമുക്ക് എന്തുകൊണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് വിൽക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതെന്ന്. ഇനി ഇവിടെ നിങ്ങൾ നോക്കിക്കോളൂ. പിന്നെ അറിയാത്ത ആളുകളൊന്നും ഇവിടെ ഇല്ല, പക്ഷെ അറിയാത്ത ആരെങ്കിലും ഒക്കെ ചിലപ്പോൾ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ക്ലാസ് ആയതുകൊണ്ട് അറിയാത്ത ആളുകളൊക്കെ കയറിയിട്ടുണ്ടാവും. ഹെൽത്ത് ഇൻഷുറൻസ് ഇത് കേൾക്കാൻ വേണ്ടി മറ്റ് കമ്പനിയിലേക്കൊക്കെ ലിങ്ക് പോയിട്ടുണ്ട്. കഴിഞ്ഞ 6 വർഷങ്ങളായിട്ട് ഞാൻ സ്ഥിരമായിട്ട് MD ആയിട്ട് ചെയ്യുന്ന ഒരു ഏജന്റ്. പലരും എന്നോട് പറയാറുണ്ട്, ഈ ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു ചാലഞ്ചസ് ഒക്കെ വെച്ച് അതിന്റെ ക്ലെയിം സെറ്റിൽമെന്റ്, അതിന്റെ സർവീസ് ഒക്കെ വെച്ചിട്ട് ഇതൊക്കെ ചെയ്യാൻ പാടാണെന്നുള്ളത്. പക്ഷെ ഞാൻ ഡെഫിനറ്റ് ആയിട്ട് പറയട്ടെ ഡിയർ ഫ്രണ്ട്സ്, എന്റെ എല്ലാ കസ്റ്റമർക്കും എന്റെ കയ്യിൽ നിന്ന് ആരൊക്കെ ലൈഫ് ഇൻഷുറൻസ് പോളിസി വാങ്ങിച്ചോ അതിൽ 90% ആളുകൾക്ക് ഞാൻ ഹെൽത്ത് ഇൻഷുറൻസ് കൊടുത്തിട്ടുണ്ട്.
ഒരു പക്ഷെ ആദ്യം ഹെൽത്ത് ഇൻഷുറൻസ് കൊടുത്തിട്ടാണ് ലൈഫ് ഇൻഷുറൻസ് ഞാൻ പിച്ച് ചെയ്യാറുള്ളത്. കാരണം വളരെ ഈസി ആയിട്ട് അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ ആ 10 പോയിന്റുകളും എന്റെ കേസിൽ ഇവിടെ ഇരിക്കുന്ന കുറെ ആളുകളുണ്ട്, ഞാൻ മാത്രമല്ല. എല്ലാവരും ചെയ്യുന്ന നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള കസ്റ്റമർ റിലേഷൻഷിപ്പ് ഉണ്ടാകണം, അവരെ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ള ആളുകളൊക്കെ ഹെൽത്ത് ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഹെൽത്ത് ഇൻഷുറൻസ് വിൽപ്പന എന്ന് പറയുന്നത് ലൈഫ് ഇൻഷുറൻസിൽ നമ്മൾ ആഗ്രഹിച്ച വിജയത്തിന് ഒരു തടസ്സം നിൽക്കില്ല, അത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ എല്ലാ ആളുകൾക്കും ഇനി ഈ പ്ലാറ്റ്ഫോമിൽ സഫീഷ്യന്റ് ആയിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ അത് നിങ്ങളും എടുക്കണം. നിങ്ങൾക്ക് ഇല്ലാത്ത ഒരു സാധനം ആത്മവിശ്വാസത്തോടുകൂടി അടുത്ത ആളോട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ഈസി ആയിട്ട് നമുക്ക് മാർക്കറ്റിൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാം. ഒരു ദിവസത്തിൽ ഒരു പോളിസിയൊക്കെ ചേർക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യം. കമ്പനികൾ നിറയെ ഇൻസെന്റീവും ട്രിപ്പുകളും ടൂറുകളും ഒക്കെ അനൗൺസ്. ഇനി ഇപ്പൊ JFM കോണ്ടെക്സ്റ്റ് വരും പല കമ്പനികളുടെയും. ധാരാളം വിദേശ ട്രിപ്പുകളും വളരെ ക്ലബ് മെമ്പർഷിപ്പും എല്ലാ സംഗതിയും അവിടെയുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടെയൊക്കെ ചെയ്യാനുള്ള ശ്രമം നിങ്ങൾ നടത്തുക. കാരണം ഇത് ഒരു ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇനി നിങ്ങളൊക്കെ കാത്തിരുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പോ എന്തുകൊണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് വിൽക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തന്നെ. ഇനി ഹൗ ടു സെൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്ന ബൈജൂസ് അക്കാദമി ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ഇൻഡിപെൻഡന്റ് ട്രെയിനർ ഇങ്ങനെ ഒരു സംഗതി അനൗൺസ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ ഇങ്ങനെ ഹൗ ടു സെൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് ജനുവരി 7-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 15 ആഴ്ചകൾ വരുന്ന ഒരു ഓൺലൈൻ കോഴ്സാണ്. 15 ആഴ്ചയാണ്. ചൊവ്വാഴ്ചകളിലാണ് ക്ലാസ്. 1.5 മണിക്കൂർ ഈവനിങ് ഉണ്ടാവും. നിങ്ങൾക്ക് റെക്കോർഡിംഗ് കിട്ടും, എല്ലാ ക്ലാസ്സുകളുടെയും റെക്കോർഡിംഗ് കിട്ടും. അതുപോലെ തന്നെ വിഷ്വൽ എയ്ഡ്സ്. നോക്കൂ, ഇവിടെ വിഷ്വൽ എയ്ഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സാധനം. ഇവിടെ ഇങ്ങനെ ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് ഇവിടെ കാണുന്നുണ്ടല്ലോ അല്ലെ, ഇവിടെ കാണുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു സാധനം എന്തുകൊണ്ട് വൈ ഹെൽത്ത് ഇൻഷുറൻസ് ഈസ് ഇമ്പോർട്ടന്റ് ഫോർ യു, കസ്റ്റമർക്ക് പ്രസന്റേഷൻ കൊടുക്കാനുള്ള ഒരു വിഷ്വൽ എയ്ഡ് നമ്മൾ 2 എണ്ണം ഇതേപോലെ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് പോസ്റ്റലായിട്ട് വരും. ഈ കോഴ്സിനകത്ത് ചേരുന്ന ആളുകൾക്ക് എന്തുകൊണ്ട് ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഇമ്പോർട്ടന്റ് എന്താണെന്നൊക്കെ പറഞ്ഞു തരുന്ന റെഡിയായിട്ട് നമ്മൾ കളർ പ്രിന്റ് വെച്ചിട്ട് ആളുകൾക്ക് പ്രസന്റേഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു വിഷ്വൽ എയ്ഡ് ആണ്. ഏകദേശം ഇത് രണ്ടിനും കൂടെ ഏകദേശം ഒരു 1500 rupees വരുന്ന 2 സബ്ജക്ട് അതിൽ പറഞ്ഞു. കോസ് ഓഫ് ഡിസീസ് ആൻഡ് കോസ്റ്റ് ഓഫ് ഡിസീസ്. എന്തുകൊണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം. ഇപ്പൊ നമ്മൾ വായികൊണ്ടല്ലേ പറയുന്ന, ആളുകളോട് ഇത് കാണിച്ചു കൊടുത്തിട്ട് ഏകദേശം ഒരു 30ഓളം പേജ് വരുന്ന എന്തൊക്കെയാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കേണ്ടതിനുള്ള റീസൺ എന്താണ്, അസുഖം വരുന്നതിന് റീസൺ, ഇത് നിങ്ങൾക്ക് പോസ്റ്റലായിട്ട് കിട്ടും. ഏകദേശം ഒരു 1500 rupees വർത്തുള്ള 2 വിഷ്വൽ എയ്ഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് നിങ്ങളുടെ ബ്രാൻഡിംഗ് ഒക്കെ വെച്ച് അയച്ചു കൊടുക്കാൻ പറ്റുന്ന 25ഓളം ഇതേപോലുള്ള ഹെൽത്ത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ പേഴ്സണൽ ബ്രാൻഡിംഗ് വരുന്ന ഒരു 25ഓളം പോസ്റ്റേഴ്സ് ഫ്രീ ആണ്. അപ്പൊ ഈ കോഴ്സിനകത്ത് അവൈലബിലിറ്റി എന്താന്ന് വെച്ചാൽ ഈ 2 വിഷ്വൽ എയ്ഡ് ഏകദേശം 30ഓളം പേജ് വരുന്ന നല്ല കളർ പ്രിന്റ് ഉള്ള ആളുകൾക്ക് കാണിച്ചു കൊടുക്കും. പ്രസന്റേഷൻ സമയത്ത് ആളുകൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണിത്. ദെൻ റെക്കോർഡിംഗ് എല്ലാവർക്കും അവൈലബിൾ ആണ്, വിഷ്വൽ എയ്ഡ് അവൈലബിൾ ആണ്, മാർക്കറ്റിംഗ് പോസ്റ്റർ അവൈലബിൾ ആണ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ കോഴ്സിനുള്ള ഫീസ് എന്ന് പറയുന്നത് 9,999 രൂപയാണ്. എല്ലാത്തിനും കൂടെ നമ്മൾ ചാർജ് ചെയ്യുന്നത്. പക്ഷെ ഓഫർ പ്രൈസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 7,500 രൂപ നിങ്ങൾ അടയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഈ കോഴ്സ് ജനുവരി 7-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. ഇന്നത്തെ ഓഫർ എന്ന് പറയുന്നത് 7,500 rupees ആണ്. പിന്നെ എന്റെ കോഴ്സിൽ ഇരിക്കുന്ന കുറെ ആളുകളുണ്ട് ഇവിടെ. നമ്മുടെ ചാമ്പ്യൻസ് ക്ലബ് എന്ന് പറയുന്ന കോഴ്സിൽ ഇരിക്കുന്ന ആളുകൾ ഇതിനകത്ത് 6,000 rupees അടച്ചാൽ മതി. ഗ്രോമാക്സിലുള്ള ആളുകൾ 6,500 രൂപ അടച്ചാൽ മതി. അവർക്കൊരു ഡിസ്കൗണ്ട് ഉണ്ട്. അല്ലാത്ത ഈ ഏത് കോഴ്സിനും ഇല്ലാത്ത ആളുകൾക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള ഫീസ് എന്ന് പറയുന്നത് 7,500 rupees ആണ്. നിങ്ങൾക്ക് ഇത്രയും മെറ്റീരിയൽ കിട്ടും, റെക്കോർഡിംഗ് കിട്ടും, 15ഓളം സെഷൻസ് അകത്തുണ്ട്. ആ മെറ്റീരിയലിന് തന്നെ ഏകദേശം ഒരു 32,000 രൂപ വരുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് ഈ കോഴ്സിൽ ബൈജൂസ് അക്കാദമിയുടെ ലൈഫ് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കോഴ്സ് ഇത്തവണ ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നില്ല. അത് മെയ് മാസത്തിലൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസിന്റെ കോഴ്സാണ് ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ അവൈൽ ചെയ്യുന്നുണ്ട്. ഏകദേശം നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന സബ്ജക്ട്, അതായത് ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗ് തൊട്ട് ഹെൽത്ത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട വലിയ വലിയ പോളിസികൾ എങ്ങനെ ചേർക്കാം, എങ്ങനെ സർവീസ് കൊടുക്കണം എന്നുള്ള ഏകദേശം 15ഓളം സെഷൻസ് ആണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. 1.5 മണിക്കൂർ വെച്ചുള്ള സെഷനാണ്. 10,000 രൂപ ചാർജുള്ള സെഷൻ നിങ്ങൾക്ക് ഇന്ന് 7,500 രൂപ വെച്ച് ജോയിൻ ചെയ്യാം. ഗ്രോമാക്സ് ക്ലബ്ബുകാർ 6,500 രൂപ അടച്ചാൽ മതി. എന്റെ ചാമ്പ്യൻസ് ക്ലബ്ബ് എന്ന് പറയുന്ന കോഴ്സിലുള്ള ആളുകൾ 6,000 രൂപ അടച്ചാൽ മതി. ഏകദേശം മാസത്തിൽ 1 ലക്ഷം പ്രീമിയം ചെയ്താൽ തീരാവുന്ന ഫീസേ ഞാൻ വെച്ചിട്ടുള്ളൂ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ്. അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. ആദ്യമായിട്ടാണ് കേരളത്തിൽ ഒരു ട്രെയിനർ ഇങ്ങനെ ഒരു സംരംഭവുമായിട്ട് ഇറങ്ങിത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. വളരെ വാല്യൂബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ 1 വർഷം കൊണ്ട് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അവൈൽ ചെയ്യാൻ നമ്മൾ റെഡിയാണ്. ഈ മാസം ഞാൻ 1 ലക്ഷം പ്രീമിയം ചെയ്തിട്ടുണ്ട്. തപാൽ മാർഗം നീന്തൽ പഠിക്കുന്ന ഒരാളെ ബൈജുവിനെ സംബന്ധിച്ച് ഒറ്റ കാര്യമുള്ളൂ, ഞാൻ എന്താണോ
പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ചെയ്ത് കാണിക്കും. അത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ MDRTയുടെ കോഴ്സ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഞാൻ MDRT ആയതിനു ശേഷമാണ്. സോ ഇപ്പൊ നിങ്ങൾക്ക് ഈ കോഴ്സിൽ എൻറോൾ ചെയ്യാം. 7,500 ഇന്നത്തെ ഓഫർ ഉണ്ട്. ഈ പറയുന്ന മെറ്റീരിയലും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോ ഗൂഗിൾ പേ ഒക്കെ എടുക്കുക, കാശ് അയച്ചു തരിക. നമ്മൾ ജനുവരി 7-ാം തീയതിയാണ് കേട്ടോ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ജനുവരി 7-ാം തീയതിയാണ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം 15ഓളം സെഷൻ, 1.5 മണിക്കൂർ വരുന്ന സെഷനാണുള്ളത്. ഈ പറയുന്ന മെറ്റീരിയൽ നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പോസ്റ്റലായിട്ട് വരും. ഈ സാധനം നിങ്ങൾക്ക് 25 എണ്ണം നിങ്ങൾ സ്റ്റാറ്റസ് വെക്കാൻ എല്ലാ കാലത്തും ഉപയോഗിക്കാൻ പറ്റുന്ന ഈ ഒരു പോസ്റ്ററാണ് നിങ്ങൾക്ക് കിട്ടുക. ദെൻ ധാരാളം കണ്ടന്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഗൂഗിൾ പേ നമ്പർ ഇതാണ്, നമ്മുടെ സ്കാനർ ഇതാണ്. അപ്പോൾ പേയ്മെന്റ് ഒക്കെ അടച്ചിട്ട് നിങ്ങൾ കോഴ്സിൽ എൻറോൾ ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളോട് പറയുക, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക. നല്ല രീതിക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ചെയ്യാനുള്ള ഒരു കാര്യം. LICയും ഹെൽത്ത് ഇൻഷുറൻസ് മാർക്കറ്റിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു കമ്പനി വാങ്ങാനുള്ള, അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഏത് കമ്പനിയിലാണോ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് അവിടെ നന്നായിട്ട് എല്ലാ കമ്പനികളും നല്ലതാണ്. അപ്പൊ അതിനനുസരിച്ച് ഇനിയിപ്പോ ആരെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസ് ചെയ്യുന്നില്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കമ്പനിയൊക്കെ സെലക്ട് ചെയ്യുക, നല്ല സെയിൽസ് മാനേജറെ സെലക്ട് ചെയ്യുക, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ സെലക്ട് ചെയ്യുക, അതിന്റെ ഏജൻസി എടുത്തുകൊണ്ട് നാട്ടിൽ മദർ തെരേസ പറഞ്ഞ പോലെ ഹെൽപ്പിംഗ് ഹാൻഡ്സ് ആർ ഗ്ലോറിയർ ദാൻ പ്രേയിങ് ലിപ്സ്. പ്രാർത്ഥിക്കുന്ന ആശുപത്രിയിൽ പോയിട്ട് അയ്യോ വേഗം മാറട്ടെ നല്ല ഒരു ഇൻഷുറൻസ് ഏജന്റ് പറയുന്നുണ്ട്. നമ്മൾ കൊടുത്ത ഹെൽത്ത് ഇൻഷുറൻസിലൂടെ അവർക്ക് ക്ലെയിം വാങ്ങിച്ചു കൊടുത്ത് അവരുടെ അസറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ള ഒരു ചിന്ത നമുക്ക് വേണം. ഓക്കെ, ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇപ്പൊ ഡീറ്റെയിൽ ഒക്കെ ഹരി ഗ്രൂപ്പിൽ അയക്കും. അപ്പൊ ഇന്ന് തന്നെ കുറെ പേര് ഒരു 7,500 നമ്മുടെ എക്സിസ്റ്റിംഗ് സ്റ്റുഡൻസിന് ഓഫർ ഉണ്ട് കേട്ടോ. ചാമ്പ്യൻസ് ക്ലബിലുള്ള ആളുകൾ 6,000 അടച്ചാൽ മതി. ഗ്രോമാക്സ് ക്ലബിലുള്ള ആളുകൾ 6,500 രൂപ അടച്ചാൽ മതി. അല്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ 7,500 നിങ്ങൾക്ക് ഇന്നത്തെ ഓഫർ ഉണ്ട്. ജനുവരി 7-ാം തീയതിയാണ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഒരു 10,000 രൂപ, കാരണം ആ വിഷ്വൽ എയ്ഡ് കുറച്ചും കൂടി നന്നായിട്ട് ഉണ്ടാക്കേണ്ട ഒരു സാധനമാണ്. എന്റെ മോഡലൊക്കെ എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇതിനകത്തുള്ള മോഡൽസും മറ്റു കാര്യങ്ങളും ഒക്കെ. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കസ്റ്റമറെ കൺവിൻസ് ചെയ്യാൻ പറ്റും. ചിലർ ഫുൾ പേയ്മെന്റ് വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഫുൾ പേയ്മെന്റ് തന്നിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാർട്ട് പേയ്മെന്റ് അടയ്ക്കാം. അപ്പൊ ഒരു 3,750 രൂപയൊക്കെ അടച്ചിട്ട് നിങ്ങൾക്ക് പിന്നെ ഇപ്പൊ ഓർഡർ ഒക്കെ ചെയ്യാം. പക്ഷേ ഫുൾ പേയ്മെന്റ് തരുമ്പോൾ ഈ റെക്കോർഡിംഗ് അടക്കമുള്ള മെറ്റീരിയൽ ഒക്കെ അപ്പോഴേ കിട്ടുള്ളൂ. കാരണം കഴിഞ്ഞ വർഷമൊക്കെ പാർട്ട് പേയ്മെന്റ് ഒക്കെ കൊടുത്തിട്ട് കണക്കുകളൊക്കെ നോക്കിയിട്ട് ഞാൻ തലപോയി ഇരിക്കുന്നുണ്ട്. എല്ലാരെയും ഞാൻ പറയുന്നില്ല, പക്ഷെ അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ എത്രയും പെട്ടെന്ന് എന്നെ ഈ ഒരു കോഴ്സ് കേരളത്തിലുള്ള എല്ലാ ആളുകൾക്കും നിങ്ങൾ ഓരോരുത്തരെയും കാണുമ്പോൾ പറയണം. കാരണം ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് ഒരു സെഗ്മെന്റ് ആണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. കേരളത്തിൽ ആദ്യമായിട്ട് ഒരു ട്രെയിനർ ഹെൽത്ത് ഇൻഷുറൻസ് സെഗ്മെന്റിൽ ഒരു ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യണം. എനിക്ക് ഇതിനകത്ത് ഇപ്പൊ കോമ്പറ്റീഷൻ ഒന്നുമില്ല. ഇനി ചിലപ്പോൾ നാളെ വരുമായിരിക്കാം. പക്ഷെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഒരു മാസത്തിൽ ഒരു 1 lakh പ്രീമിയം ഒക്കെ കളക്ട് ചെയ്യത്തക്ക രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതിന് മുന്നോടിയായിട്ട് ഞാൻ ഈ മാസം ഇറങ്ങി തിരിച്ച് 1 ലക്ഷം കളക്ട് ചെയ്തിട്ടുണ്ട്. കാരണം അത് എന്താ നടക്കണമെന്ന് അറിയണമല്ലോ. അതേപോലെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. 7,500 ഈസ് ദ ഓഫർ പ്രൈസ്. നമ്മുടെ പ്രിയപ്പെട്ട നിലവിലുള്ള സ്റ്റുഡൻസിന് 6,500-നും 6,000-നും ഒക്കെ ഈ സാധനം കിട്ടും. കാരണം അതിന് കുറച്ച് ചെലവുണ്ട്. കാരണം ആ മെറ്റീരിയൽ ഒക്കെ നല്ല കോസ്റ്റുള്ള സാധനമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. സോ താങ്ക് യു വെരി മച്ച് ഈ സെഷനിൽ അറ്റൻഡ് ചെയ്ത എല്ലാ ആളുകൾക്കും താങ്ക് യു വെരി മച്ച്.